ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് കേരളക്കരയ്ക്ക് പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വമല്ല. ഞാൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും വളരെ സുപരിചിതമായ ഒരു മുഖമാണ് രാജഗോപാൽ സാറ്. ഒരുപക്ഷെ ജനപ്രിയ ശാസ്ത്രരചനയിൽ കേരളത്തിലെ അവസാനത്തെ വാക്ക് എന്ന് വേണമെങ്കിൽ തന്നെ രാജഗോപാൽ സാറിനെ പറ്റി പറയാൻ സാധിക്കും. ശാസ്ത്ര ഗവേഷണത്തോടൊപ്പം ശാസ്ത്രത്തിൻ്റെ പ്രചരണത്തിനു വേണ്ടി ഒരുപോലെ പ്രതിബദ്ധമായിരിക്കുന്ന ജീവിതമാണ് രാജഗോപാൽ സാറിൻ്റേത്. കഴിഞ്ഞ 30 വർഷമായിട്ട് ശാസ്ത്രമേഖലയിലെ ഗവേഷണങ്ങളും എഴുത്തും ഒരുപോലെ കൊണ്ടു നടക്കുന്നു. 30ഓളം കൃതികൾ ഇതിനോടകം രചിച്ചിട്ടുണ്ട്. 400-ലധികം ലേഖനങ്ങൾ സാറ് എഴുതിയിട്ടുണ്ട്. 28ഓളം പുസ്തകങ്ങൾ സാറിൻ്റേതായിട്ട് ഉണ്ട്. ഇതിലെല്ലാം ഉപരിയായിട്ട് എന്നെ പ്രത്യേകമായിട്ട് ആകർഷിക്കുന്ന ഘടകം സാറൊരു നലം തികഞ്ഞ ദാർശനികൻ കൂടിയാണ് എന്നുള്ളതാണ്. ശാസ്ത്രത്തിൽ ഗവേഷണം നടത്തുന്ന പലരും പലപ്പോഴും ശാസ്ത്രത്തെ പകർന്നു തരുന്ന പ്രാതിഭാസികമായ അറിവുകളിലേക്ക് തങ്ങളുടെ വിജ്ഞാനത്തെ ഒതുക്കുകയാണ് പതിവ്. എന്നാൽ ഐൻസ്റ്റൈനെയോ നീൽസ് ബോറിനെയോ ഹൈസൻബർഗിനെ പോലെയുള്ള വലിയ പ്രതിഭകളൊക്കെ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളുടെ അന്തർധാരകൾ, ദാർശനികവും ദൈവശാസ്ത്രപരവുമൊക്കെയായ അന്തർധാരകൾ ഒരുപോലെ പരിശോധിക്കാൻ സന്നദ്ധരായിരുന്നു. മൗലികമായ ചോദ്യങ്ങൾ അവർ ചോദിച്ചിരുന്നു. അതുകൊണ്ട് ശാസ്ത്രത്തിൽ നിന്നും നമ്മുടെ കേരളത്തിൻ്റെ മനസ്സുകൾക്ക് അർത്ഥങ്ങൾ പകർന്നു കൊടുക്കുന്ന വലിയൊരു ധർമ്മം കൂടെ രാജഗോപാൽ സാറ് നിർവഹിക്കുന്നുണ്ട്. സാറിൻ്റെ ഈ വ്യക്തിത്വ സീമ കൂടിയാണ് നമ്മുടെ ഷാലോം ലൈറ്റ് ഓഫ് ട്രൂത്ത് പരമ്പരയിൽ രാജഗോപാൽ സാറിനെ അനിവാര്യമായ ഒരു വ്യക്തിയാക്കി മാറ്റുന്നത്. രാജഗോപാൽ സാറിന് ഷാലോം ടെലിവിഷൻ്റെ ലൈറ്റ് ഓഫ് ട്രൂത്ത് പരമ്പരയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സാറ് കോസ്മോളജിയാണ്, പ്രപഞ്ചവിജ്ഞാനീയമാണ് സാറിൻ്റെ മുഖ്യ ഗവേഷണ മേഖലയും എഴുത്തിൻ്റെ മേഖലയും എന്ന് എനിക്കറിയാം. അതേപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുവാൻ താല്പര്യമുണ്ട്. നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി ആയിരിക്കും ചർച്ച ചെയ്ത് തുടങ്ങുക. അതിനു മുമ്പ് തന്നെ ആമുഖമായിട്ട് സമകാലീന ശാസ്ത്ര പ്രപഞ്ച ദർശനത്തെപ്പറ്റി സാറിന് എന്താണ് പൊതുവായിട്ട് പറയുവാനുള്ളത്? അങ്ങനെ നമുക്ക് ആരംഭിക്കാമെന്ന് തോന്നുന്നു. കോസ്മോളജി, നമ്മുടെ പ്രപഞ്ചവിജ്ഞാനീയം എന്ന് പറയുന്ന ശാസ്ത്രശാഖ ഏകദേശം 100 വർഷം മാത്രമായിട്ടുള്ളൂ. അപ്പോൾ അത് ഒരു ബാല്യദശയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ അതിൽ പ്രമുഖമായിട്ടുള്ള പല ആശയങ്ങളും ഇപ്പോൾ നിലവിലുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ആശയങ്ങളാണ്. പ്രത്യേകിച്ച് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള മഹാവിസ്ഫോടന സിദ്ധാന്തം, ബിഗ് ബാങ് തിയറി. പിന്നെ അതുമാത്രമല്ല, അത് തുടർന്നുണ്ടായിട്ടുള്ള മറ്റ് മുന്നേറ്റങ്ങൾ, അതായത് കൺഫോമൽ സൈക്ലിക് കോസ്മോളജി, ഭാരതീയ ഗവേഷകനായ ജയന്ത് നാർലിക്കറുടെ ക്വാസി സ്റ്റഡി സ്റ്റേറ്റ് മോഡൽ അതിനു മുമ്പുണ്ടായ സ്റ്റഡി സ്റ്റേറ്റ് തിയറിയിൽ നിന്നും ഉത്ഭവിച്ചതാണ്. അതായത് ഫ്രെഡ് ഹോയിൽ തുടങ്ങിയ ആളുകളുടെ ആ തിയറിയിൽ നിന്നും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട ആശയങ്ങളായിട്ട് ഇപ്പോൾ കോസ്മോളജിയിൽ നിലനിൽക്കുന്നത്. പുതിയ പല ആശയങ്ങളും, പാർട്ടിക്കിൾ ഫിസിക്സിൻ്റെ ബേസിൽ പല ആശയങ്ങളും ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ജനീവയിലെ സേൺ എന്ന് പറയുന്ന പരീക്ഷണശാലയിലെ ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൽ അത്യൂർജത്തിൽ കണങ്ങളെ കൂട്ടിയിടിച്ച് നടത്തുന്ന പരീക്ഷണങ്ങളിൽ നമുക്ക് പ്രപഞ്ചത്തിൻ്റെ ആദ്യകാലത്തെക്കുറിച്ചുള്ള ധാരാളം സൂചനകൾ ലഭിക്കുന്നുണ്ട്. അതുതന്നെയാണ് കുറച്ച് നാൾ മുമ്പ് നമുക്ക് കണ്ടെത്താൻ സാധിച്ച ഹിഗ്സ് ബോസോൺ. അപ്പോൾ അത്തരത്തിലുള്ള ആശയങ്ങൾ വരുമ്പോൾ നമ്മുടെ നേരത്തെ കരുതിയിരുന്നവയൊക്കെ നമ്മൾ പുതുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പാർട്ടിക്കിൾ ഫിസിക്സിലെ ആശയങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആശയങ്ങളെ നമ്മൾ പുതുക്കുന്നുണ്ട്. ചില കൂട്ടിച്ചേർക്കലുകൾ നേരത്തെയുള്ള ആശയങ്ങളിൽ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു സമ്പൂർണ്ണമായ ഒരു ചിത്രം രചിക്കുന്നതിലേക്ക് തന്നെ മുന്നോട്ട് നീങ്ങുകയാണ് ശാസ്ത്ര സമൂഹം ഇപ്പോൾ. കോസ്മോളജി എന്ന് പറയുന്ന ശാസ്ത്രശാഖ വളരെയധികം പ്രാധാന്യം കൈവരിച്ചു വരികയാണ്. അതിൽ ധാരാളം കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകുന്ന പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ആകെ ഘടനയെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ ഉത്ഭവത്തെക്കുറിച്ചും അതിൻ്റെ പരിണാമാവസ്ഥകളെക്കുറിച്ചുമൊക്കെ ധാരാളം നിരീക്ഷണ വിവരങ്ങളും ഒക്കെ നമുക്ക് ലഭിച്ചു വരുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെ പറ്റി സാറ് പരാമർശിച്ചുവല്ലോ. സമ്പൂർണമായ ഒരു പ്രപഞ്ച ദർശനത്തിലേക്ക് നമ്മൾ പയ്യെ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു. ഇനിയും നമ്മുടെ ചിത്രം പൂർണ്ണമല്ല.
പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെ സംബന്ധിക്കുന്ന മഹാവിസ്ഫോടന സിദ്ധാന്തം, ആ സിദ്ധാന്തം അല്പമായിട്ടൊന്ന് സാറ് വിവരിച്ചു തരിക. അതോടൊപ്പം തന്നെ എത്രമാത്രം സമഗ്രമാണ്, ശാസ്ത്രീയമായിട്ട് കൺസിസ്റ്റൻ്റ് ആണ് ഈ സിദ്ധാന്തം, കംപ്ലീറ്റ് ആണ് ഈ സിദ്ധാന്തം എന്നും കൂടി ഒന്ന് വിവരിച്ചാൽ നന്നായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ ഘടനയെക്കുറിച്ചിട്ടുള്ള 2 വാക്ക് പറഞ്ഞിട്ട് അതിലേക്ക് കിടക്കാം. പ്രപഞ്ചത്തിൻ്റെ ഘടന എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സൗരയൂഥത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ നക്ഷത്രം എന്ന് പറയുന്നത് സൂര്യനാണ്. 8 ഗ്രഹങ്ങളുണ്ട്. അതിൽ 3ാമത്തെ ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത്. ഗോൾഡിലോക്സ് സോൺ എന്ന് പറയുന്ന ഏറ്റവും സൗകര്യപ്രദമായ ഇടത്ത് ആണ് ഭൂമിയുള്ളത്. സൗരയൂഥം പോലെയുള്ള അനേകം നക്ഷത്രയൂഥങ്ങൾ ഉൾപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ. ഏതാണ്ട് 40,000 കോടിയോളം നക്ഷത്രങ്ങൾ ഈ ഗാലക്സിയിൽ തന്നെയുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കോടിക്കണക്കിന് നക്ഷത്രയൂഥങ്ങൾ നമ്മുടെ ഗാലക്സിയിൽ തന്നെയുണ്ട്. അതിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് 1,00,000 പ്രകാശവർഷമാണ്. ഒരു അറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് സർപ്പിളാകൃതിയിലാണ് സ്പൈറൽ ഗാലക്സി. ഇതുപോലെയുള്ള ഏകദേശം 20,000 കോടി ഗാലക്സികൾ പ്രപഞ്ചത്തിലുണ്ട്. നമ്മുടെ ഗാലക്സി ഉൾപ്പെടെയുള്ള സമൂഹം ഒരു ക്ലസ്റ്ററിൻ്റെ ഭാഗമാണ്, ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. അത് ലോക്കൽ ഗ്രൂപ്പ് എന്ന് പറയും, പ്രാദേശിക ഗ്രൂപ്പ്. അത് ഒരു സൂപ്പർ ക്ലസ്റ്ററിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സൂപ്പർ ക്ലസ്റ്ററുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ് പ്രപഞ്ചം. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഗാലക്സികളെല്ലാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ക്ലസ്റ്ററുള്ള ഗാലക്സികളെല്ലാം പരസ്പരം അകന്നുകൊണ്ടിരിക്കുകയാണ്. 1920കളിൽ എഡ്വിൻ ഹബിൾ എന്ന് പറയുന്ന ഒരു ഗവേഷകൻ നടത്തിയ ടെലിസ്കോപ്പ് നിരീക്ഷണത്തിലൂടെയാണ് ഗാലക്സികൾ അകലുന്നതായിട്ട് നമ്മൾ അറിഞ്ഞത്. അതായത് ഗാലക്സികൾ അകലുകയല്ല, ഗാലക്സികൾക്കിടയിലെ സ്പേസ് വർദ്ധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് നമുക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള അറിവാണ് നൽകിയത്. അതായത് പ്രപഞ്ചം, ഗാലക്സികൾ അകലുകയാണെങ്കിൽ, സ്പേസ് വർദ്ധിക്കുകയാണെങ്കിൽ പ്രപഞ്ചം വികസിക്കുകയാണ് എന്നുള്ള ഒരു അറിവിലേക്കാണ് എത്തിയത്. അതിൻ്റെ അടിസ്ഥാനമായി വർത്തിച്ചത് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ്. നമുക്കറിയാം, ഈ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ആ ഇക്വേഷൻസിൽ ചെറിയൊരു ഘടകം ലാംഡ ടേം ആഡ് ചെയ്തിട്ട് സ്ഥിരസ്ഥായിയായി നിലനിൽക്കുന്ന ഒരു പ്രപഞ്ചം എന്ന് പറഞ്ഞ ആശയമാണ് ഐൻസ്റ്റൈൻ അവതരിപ്പിച്ചത്. പക്ഷേ അത് ശരിയല്ല എന്നാണ് പിന്നീട് തെളിഞ്ഞത്. വികസിച്ചുകൊണ്ടിരിക്കുന്നു. ആ ലാംഡ ടേം ആഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒന്നുകിൽ വികസിക്കുന്നു അല്ലെങ്കിൽ സങ്കോചിക്കുന്നു എന്ന് ഐൻസ്റ്റൈന് പറയാമായിരുന്നു. അപ്പോൾ വികസിക്കുന്ന ഒരു പ്രപഞ്ചം കണ്ടെത്തിയിട്ട് ഏകദേശം 100 വർഷമാകാൻ പോകുന്നു. അപ്പോൾ അതിൽ നിന്ന് ഈ വികസിക്കുന്ന പ്രപഞ്ചമാണെങ്കിൽ നേരത്തെ ഈ ഗാലക്സികളെല്ലാം ഒരു ചെറിയ ഇടത്ത് കൂടിയിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഈ ദ്രവ്യമെല്ലാം ചെറിയ ഒരിടത്ത്, സാന്ദ്രമായ ഒരു ഇടത്തായിരുന്നിരിക്കണം നിലനിന്നത് എന്നുള്ള ആശയത്തിൽ നിന്നാണ് ഈ ബിഗ് ബാങ്ങിൻ്റെ തുടക്കം. അപ്പോൾ അതിസാന്ദ്രമായ ഒരു പ്രദേശം, അതായത് പ്രപഞ്ചത്തിലെ ദ്രവ്യവും സ്ഥലവും കാലവും എല്ലാം ചേർന്നിരുന്ന ഒരു അതിസാന്ദ്രമായ പ്രദേശം, അതിനെ നമ്മൾ സിംഗുലാരിറ്റി എന്ന് വിളിക്കാം. ഈ സിംഗുലാരിറ്റി എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നാണ് പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം എന്ന് നമ്മുടെ 1950കളിൽ നമ്മുടെ ഗവേഷകർ അനുമാനിച്ചു. പ്രത്യേകിച്ച് ജോർജ് ഗാമോവ്, ആൽഫർ ബെത്തെ തുടങ്ങിയ ആളുകൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു പരിണാമാവസ്ഥകളും വിവരിച്ചു. അതായത് അതിനുശേഷം ദ്രവ്യമുണ്ടായതിൻ്റെ പരിണാമാവസ്ഥകൾ. അപ്പോൾ ഈ അതിസാന്ദ്രമായ അവസ്ഥയിൽ നിന്നും പെട്ടെന്നുള്ള ഒരു ഇവൻറ്റിൻ്റെ ഫലമായിട്ട് വികസിച്ച് വളർന്ന പ്രപഞ്ചം ഇന്നും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിരീക്ഷണങ്ങളിൽ സൂപ്പർനോവ എന്ന് പറയുന്ന നക്ഷത്രത്തിൻ്റെ ഒരു അവസ്ഥയുടെ നിരീക്ഷണങ്ങളിൽ നിന്നും നമുക്ക് ബോധ്യമാകുന്നത് പ്രപഞ്ചം ത്വരിതഗതിയിൽ വികസിക്കുകയാണ്. അതായത് ആക്സിലറേറ്റഡ് എക്സ്പാൻഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് മറ്റൊരു കൂട്ടിച്ചേർക്കൽ ഇതിനുണ്ടായി. അതായത് ഒരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു ഘട്ടം, പെരുപ്പം എന്ന് പറയുന്നൊരു ഘട്ടം പ്രപഞ്ചത്തിൻ്റെ ആദ്യം സെക്കൻഡിൽ ഉണ്ടായി എന്ന് പറയുന്നത് അലൻ ഗുത്ത് എന്ന് പറയുന്ന ഒരു ഗവേഷകനാണ് അത് അവതരിപ്പിച്ചത്. 10⁻³ സെക്കൻഡ്സ് എന്ന് പറയുന്നത് ഏറ്റവും സൂക്ഷ്മമായ സമയത്താണ് ഈ ഒരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന അതിഗംഭീരമായ വികാസമുണ്ടായത്. അപ്പോൾ ഈ വികാസത്തിൽ സ്പേസ് അങ്ങ് വർദ്ധിച്ചു, വളരെ വലുതായി, പ്രപഞ്ചം വളരെ വലുതായി. അവിടെ ചെറിയ അനോമാലീസ് ഉണ്ടായി. ആ അനോമാലീസാണ് പിന്നീട് വാതകങ്ങളായി മാറുകയും അവിടെ ഉണ്ടായ കണങ്ങളാണ് പിന്നീട് വാതക മേഘങ്ങളായി മാറുകയും ഗാലക്സികളായി നക്ഷത്രങ്ങളായി മാറുകയും അവ കൂടിച്ചേർന്ന് ഗാലക്സികളായി മാറുകയും ചെയ്തത്. അപ്പോൾ അതിങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു ബിഗ് ബാങ്ങിൻ്റെ ഒരു ഘടകം എന്ന് പറയുന്നത്. നമുക്ക് അറിയാം, ഈ പാർട്ടിക്കിൾസിൻ്റെ ഉത്ഭവത്തിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ബിഗ് ബാങ് ന്യൂക്ലിയോ സിന്തസിസ് എന്ന് പറയും. നമ്മുടെ ഗാമോവൊക്കെ അവതരിപ്പിച്ചതാണ് കണങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. ആദ്യം നമുക്കറിയാം, ഇതിൻ്റെ പ്രപഞ്ചത്തിൽ 4 ബലങ്ങളാണുള്ളത്. ഗുരുത്വാകർഷണ ബലം, വിദ്യുത് കാന്തിക ബലം, ആണവ കേന്ദ്രത്തിൽ 2 ബലങ്ങൾ, സ്ട്രോങ് ഫോഴ്സും വീക്ക് ഫോഴ്സും.
പ്രപഞ്ചത്തിൽ ആദ്യം വേർപെട്ട ബലം എന്ന് പറയുന്നത്, സിമെട്രി ബ്രേക്കിങ്ങിൽ ആദ്യം വേർപെട്ട ബലം എന്ന് പറയുന്നത് ഗുരുത്വാകർഷണമാണ്. പിന്നീടാണ് മറ്റ് ബലങ്ങൾ പതിയെ വേർപെട്ടത്. ഇതിൽ ഗുരുത്വാകർഷണം ഒഴികെയുള്ളവയുടെയൊക്കെ കൂട്ടിച്ചേർത്ത് നമുക്ക് വിവരിക്കാനായിട്ടുണ്ട്. ഗുരുത്വാകർഷണത്തെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ളൊരു വിവരണം നമുക്കിതുവരെ സാധ്യമായിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ ബലങ്ങൾ വേർപെട്ടതിന് ശേഷം ആദ്യമായിട്ട് ക്വാർക്കുകളുണ്ടായി. അതായത് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും അടിസ്ഥാനമായ ക്വാർക്കുകൾ. അവ ചേർന്ന് 3 ക്വാർക്കുകൾ ചേർന്ന് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടായി, ഇലക്ട്രോണുകളുണ്ടായി. ഇവ ഒന്നുചേർന്ന് ഹൈഡ്രജൻ, ഹീലിയം, ഡ്യൂട്ടീറിയം, ലിത്യം തുടങ്ങിയ ആണവ കേന്ദ്രങ്ങളുണ്ടായി, ഇലക്ട്രോണുകളുണ്ടായി. 3,80,000 വർഷം കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ മഹാവിസ്ഫോടനം കഴിഞ്ഞ് 3,80,000 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഫോട്ടോണുകളുണ്ടായത്. അതായത് പ്രപഞ്ചം ദൃശ്യമായി തുടങ്ങിയത്, ട്രാൻസ്പെറൻ്റായി, എല്ലാവർക്കും നമുക്കിപ്പോൾ ദൃശ്യമാകുന്ന രീതിയിൽ ഫോട്ടോണുകളുണ്ടായി. അതിൻ്റെ അവശിഷ്ടം ഇന്നും നമ്മുടെ ചുറ്റിനുമുണ്ട്. ഇന്ന് നമ്മളിപ്പോൾ ഒരു ടെലിവിഷൻ സെറ്റ് ഓൺ ചെയ്യുമ്പോൾ ചാനലുകളില്ലെങ്കിൽ അതിൽ കാണുന്ന കുത്തുകളുടെ ഒരു 5% പ്രപഞ്ചമുണ്ടായ സമയത്തെ ആ ഒരു 3,80,000 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള ആ വികിരണത്തിൻ്റെ അവശിഷ്ടമാണ്. അതിൻ്റെ പേര് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്നാണ്. ഇത് 1950-കളിൽ തന്നെ പ്രവചിച്ചതാണ്. അതിൻ്റെ താപനില 5 കെൽവിൻ ആയിരിക്കും എന്ന് ഗാമോവ് പ്രവചിച്ചു. അത് 1964-ൽ ബെൽ പരീക്ഷണശാലയിലെ 2 ഗവേഷകർ അത് കണ്ടെത്തി. ഒരു ഹോൺ ആൻറ്റിന പരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് കണ്ടെത്തിയത്. അപ്പോൾ അത് നമ്മൾ തിരക്കിക്കൊണ്ടിരുന്ന ഒരു പ്രാപഞ്ചിക പശ്ചാത്തല വികിരണമാണെന്ന് നമുക്ക് ബോധ്യമായി. പിന്നീട് അത് ബിഗ് ബാങ്ങിൻ്റെ വലിയൊരു തെളിവാണ്. രണ്ടാമതായി 92-ൽ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഒരു ഉപഗ്രഹം നാസ അയച്ചിരുന്നു. അതും ഇത് സ്ഥിരീകരിച്ചു. പിന്നെ ഈയിടെ അയച്ചിട്ടുള്ള വിൽക്കിൻസൺ മൈക്രോവേവ് ആനിസോട്രോപ്പി പ്രോബ് എന്ന് പറയുന്ന ഉപഗ്രഹം, അതും ഇത് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം ബിഗ് ബാങ്ങിൻ്റെ, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഇവൻറ്റിൻ്റെ ആ ഒരു 1382 കോടി വർഷം മുമ്പാണ് ഈ ഒരു അവസ്ഥയുണ്ടായത്. ആ അവസ്ഥയുടെ ഒരു പ്രതിഫലനമാണ് ഇന്നത്തെ ആ വികിരണം എന്ന് നമുക്ക് ബോധ്യമായി. പിന്നെ നക്ഷത്രങ്ങളുടെ പ്രായം, നമുക്ക് ചുറ്റുമുള്ള നക്ഷത്രങ്ങൾക്ക് ഏതാണ്ട് 1250, 1300 കോടി വർഷം പ്രായമുണ്ട് ചില നക്ഷത്രങ്ങൾക്ക്. അല്ലെങ്കിൽ വളരെ ദൂരെയുള്ള ക്വാസാറുകൾ, അതുപോലുള്ള വളരെ പഴക്കമേറിയ നക്ഷത്രങ്ങൾ, അതിനും പ്രായമുള്ള നക്ഷത്രങ്ങളെ നമുക്ക് കണ്ടെത്താനായിട്ടില്ല. അപ്പോൾ നമ്മൾ കരുതിയിരുന്നതെല്ലാം ഏകദേശം ശരിയാണെന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഇതെല്ലാം ഒരു പ്രപഞ്ച വിജ്ഞാനീയ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്, കോസ്മോളജിക്കൽ പ്രിൻസിപ്പിൾ. അതായത് പ്രപഞ്ചം ഐസോട്രോപ്പിക് ആൻഡ് ഹോമോജിനിയസ്, ഏകസമാനമാണ്, ഒരേ രീതിയിലുള്ള ഉത്ഭവവും ഒരേ രീതിയിലിരിക്കുന്ന ഒന്നുമാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഗാലക്സി മിൽക്കി വേ പോലെ തന്നെ ആയിരിക്കും ഒരു 1000 കോടി പ്രകാശവർഷം അപ്പുറമുള്ള ഒരു ഗാലക്സി എന്ന് നമ്മൾ ഇവിടെ അനുമാനിക്കുകയാണ്. അത് പ്രപഞ്ച വിജ്ഞാനീയ തത്വമാണ്. അതുപോലെ തന്നെ ഒരേ സമദൈശികമാണ്. അതായത് സമയം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇവയെല്ലാം നിൽക്കുന്നത്. അത്തരത്തിലുള്ളൊരു കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഒരു ചിത്രം രൂപീകരിച്ചിരിക്കുന്നത്. അത് ഏകദേശം ശരിയാണെന്ന് നമുക്ക് നിരീക്ഷണങ്ങളിലൂടെ വ്യക്തമാകുന്നുണ്ട്. അത് മാനവരാശിയുടെ വലിയൊരു നേട്ടമാണ്, ശാസ്ത്രത്തിൻ്റെ വലിയൊരു നേട്ടമാണ് ഈ രീതിയിൽ നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്. പ്രപഞ്ചത്തിൻ്റെ വലിപ്പത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇൻഫ്ലേഷണറി സിനാറിയോ എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. 4650 കോടി പ്രകാശവർഷമാണ് നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും ഒരറ്റത്തേക്കുള്ള പ്രപഞ്ചത്തിൻ്റെ വലിപ്പം. അതായത് 9300 കോടി പ്രകാശവർഷമാണ് പ്രപഞ്ചത്തിൻ്റെ ആകെ വലിപ്പം. അതിൻ്റെ അതിൻ്റെ ഒരു മാസ് എന്ന് പറയുന്നത് 1.5 × 10⁻53 കിലോഗ്രാമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ നമുക്ക് പ്രാപ്യമാണ്. നമ്മളെ നിർമ്മിച്ചിരിക്കുന്ന ദ്രവ്യം എന്ന് പറയുന്നത് വെറും 4% പ്രപഞ്ചത്തിൽ. പിന്നെ അതിൻ്റെ കൂടെ 2 ഘടകങ്ങൾ കൂടിയുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഡാർക്ക് മാറ്റർ എന്ന് പറയും, ഇരുണ്ട ദ്രവ്യം, അത് ഏകദേശം 23% ഉണ്ട്. പിന്നെ ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഡാർക്ക് എനർജി, ഇരുണ്ട ഊർജം എന്ന് പറയുന്നത്. ഈ 3 കൂടി ചേർന്നതാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു ഘടനയ്ക്ക് ആ ഒരു പ്രത്യേകത നൽകുന്നതും അതിൻ്റെ നിലനിൽപ്പിന് ആധാരമായതും. ഡാർക്ക് മാറ്ററിനെ കുറിച്ച് നമുക്ക് വളരെയൊന്നും അറിയത്തില്ല. ഡാർക്ക് എനർജിയാണ് ഈ എക്സ്പാൻഷന് കാരണമാകുന്നത്, വളരെ ത്വരിതഗതിയിലുള്ള എക്സ്പാൻഷന് കാരണമാകുന്നത് എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. നിരീക്ഷണങ്ങളും അത് തന്നെയാണ് നമുക്ക് തെളിയിക്കുന്നത്.
ബിഗ് ബാങ്ങിൻ്റെ ചില വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് നമ്മുടെ ഈ പ്രപഞ്ചമെന്ന് പറയുന്ന അനേകം പ്രപഞ്ചങ്ങളിൽ ഒന്ന് മാത്രമാകാം എന്നൊരു കാഴ്ചപ്പാടുണ്ടല്ലോ. സ്റ്റീഫൻ ഹോക്കിങ് തന്നെ ബേബി യൂണിവേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ഇൻഫ്ലേഷൻ പേരൻറ്റ് യൂണിവേഴ്സിൻ്റെ സ്പേസ് സ്കിന്നിൽ നിന്ന് ചില ബേബി ബലൂണുകൾ ഇൻഫ്ലേറ്റ് ചെയ്തു പോകുന്നത് പോലെ ആ ബഹുപ്രപഞ്ച സിദ്ധാന്തം കൂടി അല്പമൊന്ന് വിശദീകരിക്കാം. പ്രപഞ്ചത്തിൻ്റെ ആദ്യകാലത്ത് നമുക്ക് ക്വാണ്ടം ഫിസിക്സിൻ്റെ ഘട്ടത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സിംഗുലാരിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു. അത് അതിസാന്ദ്രമായ പ്രദേശം, ദ്രവ്യവും സ്ഥലവും കാലവും എല്ലാം ഒന്നു ചേർന്നിരുന്ന ഒരവസ്ഥയാണ് സിംഗുലാരിറ്റി. അപ്പോൾ അതിന് മുമ്പെന്ന് എന്തെന്നുള്ള ഒരു അവസ്ഥയ്ക്ക് എന്താണെന്നുള്ള അതിന് ഡെഫിനിഷൻ നമുക്കില്ല. അപ്പോൾ നമുക്ക് കരുതാമെന്ന് പറയുന്ന ക്വാണ്ടം ഫ്ലക്ച്വേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഇവൻ്റ് ഉണ്ടായതെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്വാണ്ടം ഫ്ലക്ച്വേഷൻ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് 10⁵500 യൂണിവേഴ്സസ് വരെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിൽ ചിലത് വളരെ സൂക്ഷ്മമായവയായിരിക്കാം, ചിലത് നമ്മുടെ ഈ യൂണിവേഴ്സ് പോലെയുള്ള വലിപ്പമുള്ളതായിരിക്കാം, ചിലത് ഈ രീതിയിലുള്ളൊരു ഘടന രൂപപ്പെടാൻ സാധ്യതയില്ലാത്തതായിരിക്കാം, ചിലത് ഇതിനേക്കാൾ വളരെ നല്ല ഘടനകൾ രൂപപ്പെടാൻ സാധ്യതയുള്ളതായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. അത്തരത്തിലുള്ള ഒരു ബഹുപ്രപഞ്ചത്തിൻ്റെ ഒരു ഘടകം മാത്രമാണ് നമ്മുടെ പ്രപഞ്ചം എന്ന് വിശ്വസിക്കാനാണ് എനിക്കും താല്പര്യം. ഈ ബഹുപ്രപഞ്ച സിദ്ധാന്തത്തിന് ഇന്ന് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിൽ പൊതുവെ ഒരു അംഗീകാരമുണ്ടോ? ഒരു കാലത്ത് അത് വലിയൊരു പാഷനായിരുന്നു. ഇന്ന് അത് മുഖ്യധാര പ്രപഞ്ച വിജ്ഞാനീയത്തിൻ്റെ ഭാഗമായിട്ട് പരിഗണിക്കപ്പെടുന്നുണ്ടോ ബഹുപ്രപഞ്ച സിദ്ധാന്തം? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ ആധുനിക പ്രപഞ്ച വിജ്ഞാനീയത്തിൻ്റെ മേഖലകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബഹുപ്രപഞ്ചത്തിൻ്റെ വളരെ വിചിത്രമായിട്ടുള്ള, നമ്മുടെ ഈ സാധാരണ കൺസെപ്റ്റ്സിനൊക്കെ വിരുദ്ധമായിട്ടുള്ള പല ആശയങ്ങളും ഇപ്പോൾ പ്രചരിച്ചു വരുന്നുണ്ട്. അത് വിസ്മയകരമായ റിസൾട്ട്സിലേക്കാണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഡാർക്ക് മാറ്ററിനെ കുറിച്ച് അറിയില്ല. നമ്മൾ സാധാരണ കാണുന്ന കണങ്ങളെ വെച്ചുണ്ടാക്കിയിട്ടുള്ളതല്ല ഈ ഡാർക്ക് മാറ്റർ. പിന്നെ ഡാർക്ക് എനർജി, ഈ ഡാർക്ക് എനർജി എവിടെ നിന്ന് വരുന്നു? അപ്പോൾ അത് പ്രപഞ്ചത്തിലുള്ളതാണോ അതോ ഇനി പ്രപഞ്ചത്തിൻ്റെ പുറമേ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ തന്നെ മറ്റൊരു ഡയമെൻഷനിൽ നിന്ന് വരുന്നതാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം, ഡാർക്ക് എനർജി. അപ്പോൾ അതിൻ്റെ ഒരു ഘടകം എന്ന് പറയുന്നത് ബ്രെയിൻ വേൾഡ് കോസ്മോളജി എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. ബ്രെയിൻ വേൾഡ്, BARNE, മെംബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഘടകം. അതായത് നമ്മുടെ പ്രപഞ്ചം നമുക്കറിയാം, നീളം, വീതി, ഉയരം എന്ന് പറയുന്ന 3 മാനങ്ങൾക്ക്, ഡയമെൻഷൻസിന് ഉപരിയായിട്ട് കാലം എന്ന് പറയുന്ന ഒരു മാനം കൂടിയുണ്ട്, ടൈം. അപ്പോൾ ഈ ചതുർമാനമുള്ള ഒരു പാളിയാണ് നമ്മുടെ പ്രപഞ്ചം എന്നാണ് ഒരു സങ്കല്പം. അത്തരം ധാരാളം പാളികൾ ഉണ്ട്. നമുക്കറിയത്തില്ല, ചിലപ്പോൾ അനന്തമായ എണ്ണം പാളികളുണ്ടാകാം. അതിൽ പല പാളികളുടെ ഒരു പാളി മാത്രമാണ് നമ്മുടെ പ്രപഞ്ചം. മറ്റൊരു പാളിയിൽ ഗുരുത്വാകർഷണം നിലനിൽക്കുന്നുണ്ട്. ആ ഗുരുത്വാകർഷണം അവിടെ നമുക്കറിയാം, ഇവിടുത്തെ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് വളരെ ദുർബലമായ ഒരു ബലമാണ്. നമ്മളിപ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ നിലത്ത് വീഴുമെങ്കിലും അത് അത്ര മറ്റ് ഈ ഫോഴ്സസിനെ പോലെ അത്ര ബലവത്തൊന്നുമല്ല. പക്ഷേ മറ്റ് ബ്രെയിനുകളിൽ, മറ്റ് ഡയമെൻഷനുകളിൽ ഗുരുത്വാകർഷണം നല്ല ശക്തമാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ പ്രതിഫലിക്കുന്നത്. അതാണ് ബ്രെയിൻ വേൾഡ് കോസ്മോളജിയിൽ. ഈ ബ്രെയിൻ വേൾഡ് കോസ്മോളജിയിൽ മഹാസ്ഫോടനം ഉണ്ടാകുന്നത് തന്നെ 2 ബ്രെയിനുകളുടെ കൂടിച്ചേരൽ അല്ലെങ്കിൽ കൂട്ടിയിടിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആശയങ്ങൾ ഇപ്പോൾ പ്രചരിച്ചു വരുന്നുണ്ട്. അതിൻ്റെ പ്രധാനി എന്ന് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റൈന് ശേഷം, ഹോക്കിങ്ങിന് ശേഷം ഏറ്റവും പ്രധാനിയായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന എഡ്വേർഡ് വിറ്റൻ എന്ന് പറയുന്ന ഗവേഷകനാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ട്രിങ് തിയറി എന്ന് പറയുന്ന ആശയത്തിൽ നിന്നും വിപുലീകരിച്ചു കൊണ്ടുവരുന്നതാണ്. നമ്മൾ ഈ കാണുന്ന 3 മാനങ്ങളും സമയമാനം കൂടാതെ പിന്നെയും മാനങ്ങളുണ്ട് എന്നുള്ള ആശയമാണ്. പ്രത്യേകിച്ച് സ്ട്രിങ് തിയറി എന്ന് പറയുന്നത് നമ്മുടെ കണങ്ങളെന്ന് പറയുന്നത് ചെറിയ സ്ട്രിങ്ങുകളാണ്, തന്ത്രികളാണ്, അല്ലെങ്കിൽ ചെറിയ ഘടകങ്ങളാണ് എന്നുള്ളതാണ്. കമ്പനം ചെയ്യുന്ന ഘടകങ്ങൾ. ആ കമ്പനം ചെയ്യുന്ന ഘടകങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ കണങ്ങളെ വിവരിച്ചു കഴിഞ്ഞാൽ 4 ബലങ്ങളെയും നമുക്ക് വ്യക്തമായിട്ട് വിവരിക്കാൻ പറ്റും. ഗുരുത്വാകർഷണം, വിദ്യുത്കാന്തികത, ആണവകേന്ദ്ര 2 ബലങ്ങൾ. ഈ 2 ബലങ്ങളെയും നമുക്ക് വ്യത്യസ്തമായിട്ട് വിവരിക്കാൻ സാധിക്കും. അതായത് ഓരോ കണങ്ങളുടെയും വ്യത്യസ്തമായ കമ്പനമാണ്, അല്ലെങ്കിൽ തന്ത്രികളുടെ വ്യത്യസ്തമായ കമ്പനമാണ് പല കണങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതെന്ന് കരുതി കഴിഞ്ഞാൽ നമുക്ക് ഇവയെ ഒറ്റ ചട്ടക്കൂട്ടിലാക്കി നമുക്ക് വിവരിക്കാൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തിനെക്കുറിച്ചുള്ള ഏകദേശം ഒരു പൂർണ്ണമായ വിവരണം നമുക്ക് ബ്രെയിൻ വേൾഡ് കോസ്മോളജിയിലൂടെയും സ്ട്രിങ് തിയറിയിലൂടെയും സാധിക്കും. ഈ 11 മാനങ്ങളാണ് ഈ ആശയത്തിൽ അവതരിപ്പിക്കുന്നത്. അത് ഈ നമ്മുടെ 4 മാനങ്ങളെ കൂടാതെ ഉള്ളവ ചുരുണ്ടുകൂടിയ നിലയിലാണ്, സൂക്ഷ്മമായ നിലയിലാണ്
എന്നുള്ളതാണ് ഒരു കൺസെപ്റ്റ്. അപ്പോൾ അത് അതിസങ്കീർണമായ കണക്ക് കൂട്ടലുകളിലൂടെയാണ് ഇപ്പോൾ പ്രപഞ്ചവിജ്ഞാനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ എഡ്വേർഡ് വിറ്റനെ കൂടാതെ തന്നെ ലീസ റാൻഡൽ, പിന്നെ ഭാരതീയനായിട്ടുള്ള രമൻ സുന്ദരം, അപ്പോൾ അവരൊക്കെയാണ് ഇതിനകത്ത് പ്രമുഖമായിട്ട് നിലകൊള്ളുന്നത്. നമ്മുടെ ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൽ തെളിയിക്കാൻ നോക്കുന്നതും ഇത്തരത്തിലുള്ള ആശയങ്ങളാണ്. അതായത് വളരെ ഊർജ്ജത്തിൽ കണങ്ങളെ ഇടിക്കുമ്പോൾ അതിസൂക്ഷ്മമായ സമയത്ത് ഇത്തരത്തിലുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ചിലപ്പം നമ്മുടെ ശ്രദ്ധയിൽ പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ഹിഗ്സ് ബോസോൺ കണ്ടുപിടിച്ചത് തന്നെ ഒരു ഹിഗ്സ് ബോസോണിനെ ഒരു വേറിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞു കണ്ടെത്തുകയാണ്, ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ഡയമെൻഷൻസിൻ്റെ സൂചനകൾ ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ലാർജ് ഹാഡ്രോൺ കൊളൈഡറിലെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും നമുക്ക് ഡാർക്ക് മാറ്ററിൻ്റെ ഘടകങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും. ഡാർക്ക് മാറ്ററിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കാണുന്ന ഈ പ്രകാശമൊക്കെ വരുന്നത് ഫോട്ടോണുകളാണ്. അത് ഡാർക്ക് ഫോട്ടോണുകളായിരിക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം ഒരു വിശ്വസിക്കാൻ പറ്റാത്തതാണ് ഈ ഡാർക്ക് ഫോട്ടോൺ എന്ന് പറയുന്നത്. പക്ഷേ അവിശ്വസനീയമായ കാര്യങ്ങളാണ് സേണിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മാസിന് കാരണമാകുന്ന ഒരു കണം, അതാണ് നമ്മൾ ഹിഗ്സ് ബോസോണിൽ കണ്ടെത്തിയത്. അപ്പോൾ ഡാർക്ക് ഫോട്ടോൺ എന്നത് അതായത് കറുത്ത ഇരുണ്ട ദ്രവ്യത്തിന് കാരണമാകുന്ന ഒരു കണം, അത് വ്യത്യസ്തമായ വലിയൊരു ഫൈൻഡാണ്. അപ്പോൾ ആ രീതിയിലാണ് കോസ്മോളജിയും പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള വിവരണങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിക്കിൾ ഫിസിക്സിലാണ് ഇനിയുള്ള പ്രതീക്ഷകൾ നിലനിൽക്കുന്നത്. നമ്മൾ ബിഗ് ബാങ്ങിനെ പറ്റി സംബന്ധിക്കുന്ന ഒത്തിരി ആനുകാലികമായ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നു. ഇതോടൊപ്പം നമ്മൾ ദാർശനികമായ ചില വിചിന്തനങ്ങളിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് പ്രപഞ്ചം വളരെ ഭംഗിയായിട്ട് ഒരു ആന്തരിക ക്രമം അതിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ട് വ്യാഖ്യാനിക്കുന്ന ശാസ്ത്രജ്ഞരുമുണ്ട്, ദാർശനികരുമുണ്ട്. അതിനെയാണ് ബുദ്ധിപൂർവകമായ രൂപകൽപ്പന, ഇൻ്റലിജൻ്റ് ഡിസൈൻ, കോസ്മിക് ഫൈൻ ട്യൂണിങ് എന്നൊക്കെയുള്ള ടെർമിനോളജി കൊണ്ട് ഇവർ പൊതുവെ വിശേഷിപ്പിക്കുന്നത്. എപ്രകാരമാണ് ഒരു ശാസ്ത്രകാരൻ എന്ന നിലയിൽ പ്രപഞ്ചത്തിൻ്റെ വികാസ പരിണാമ ചരിത്രത്തെ നോക്കി കാണുമ്പോൾ ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളെ അംഗീകരിക്കാൻ സാധിക്കുമോ? ഇത്തരം വാദഗതികളെ പ്രപഞ്ചം വെരി വെൽ ഫൈൻ ട്യൂൺഡ് ആണ് എന്നുള്ള കാഴ്ചപ്പാടിനെ നമ്മളിപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ടാണ്. നമ്മൾ ചുറ്റുപാട് നോക്കുന്നു, നമ്മുടെ ഉപഗ്രഹങ്ങൾ വെച്ച് നോക്കുന്നു, ടെലിസ്കോപ്പുകൾ വെച്ച് നോക്കുന്നു, നമ്മുടെ തിയറീസ് വെച്ച് നമ്മൾ പരിശോധിക്കുന്നു. ഇന്നത്തെ അവസ്ഥ വെച്ചിട്ടാണ്. ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ പ്രപഞ്ചം നല്ലൊരു പ്രദേശമാണ്. അതായത് ഭൂമി എന്ന് പറയുന്നത് ഇതുപോലുള്ള ഇൻ്റലിജൻറ്റ് ലൈഫ് ഉണ്ടാകാൻ പാകത്തിനുള്ള ഒരു ഇടമാണ്. നമ്മുടെ ടോപ്പ് ഡൗൺ കോസ്മോളജി എന്ന് പറയുന്ന ഒരാശയം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രൊഫസർ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെയും ഒക്കെ ഒരു ആശയമാണത്, ടോപ്പ് ഡൗൺ കോസ്മോളജി. ഇന്നത്തെ നിലയിൽ നിന്നും നമ്മൾ പിറകിലോട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പ്രപഞ്ചത്തിന് ഏത് രീതിയിൽ വേണമെങ്കിലും ഉത്ഭവിക്കാമായിരുന്നു എന്നുള്ളത്. ഈ രീതിയിൽ ഉത്ഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിണമിച്ച് വന്നതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ ചോദിക്കാനുള്ള ഇത്തരത്തിലുള്ള ബീയിങ്സ് അല്ലെങ്കിൽ ഈ രീതിയിൽ ആൻസർ ചെയ്യാനുള്ള ബീയിങ്സ് ഉണ്ടായി. മറ്റൊരു രീതിയിലാണ് അത് ഉത്ഭവിച്ചതെങ്കിലും പരിണമിച്ചതെങ്കിലും മറ്റൊരു തരം ബീയിങ്സ് ആയിരിക്കും ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുക. പിന്നൊന്ന് പറയാനുള്ളത് നമ്മുടെ സ്ഥിരാങ്കങ്ങൾ, കോൺസ്റ്റൻറ്റുകൾ, അതായത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കം, സ്പീഡ് ഓഫ് ലൈറ്റ് ഒരു സ്ഥിരാങ്കമാണ്. പ്രാപഞ്ചിക സ്ഥിരാങ്കം, അതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്ററാക്ഷൻ്റെ ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന സ്ഥിരാങ്കം. ഇതൊക്കെ ഒരു ഇത്തരത്തിലുള്ള ഘടനകൾ ഉണ്ടാകാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ ആളുകൾ പറയാറുണ്ട്. അതായത് ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻ്റ് ശരിയല്ലെന്നുണ്ടെങ്കിൽ നക്ഷത്രങ്ങൾ ഉണ്ടാകുകയില്ല, നക്ഷത്രങ്ങളുടെ മൂലകങ്ങൾ ഉണ്ടായിട്ട് ഭാരമേറിയ മൂലകങ്ങൾ ഉണ്ടാകില്ല, ഭാരമേറിയ മൂലകങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻ്റലിജൻറ്റ് ലൈഫ് ഉണ്ടാകില്ല, അല്ലെങ്കിൽ ലൈഫേ ഉണ്ടാകില്ല, അല്ലെങ്കിൽ മറ്റ് ഈ രീതിയിലുള്ള എക്സോട്ടിക് മാറ്റർ ഉണ്ടാകില്ല എന്നൊക്കെയുള്ള ആശയങ്ങൾ. അപ്പോൾ പ്രപഞ്ചത്തിന് ഏത് രീതിയിൽ വേണമെങ്കിലും ഉത്ഭവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഉത്ഭവിച്ചുകൊണ്ട് മാത്രമാണ് ഇതേപോലെയുള്ള ബീയിങ്സ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിവേഴ്സ്, പല കോൺസ്റ്റൻറ്റുകൾക്കും പല വാല്യൂസും ഉള്ള മറ്റ് പ്രപഞ്ചങ്ങൾ ഉണ്ടാകാം, നമുക്ക് ഉണ്ടാകില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കത്തില്ല. പിന്നെ പല സാധ്യതകളുടെ ഒരു സൂപ്പർ പൊസിഷനിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒന്നാണ് രൂപപ്പെട്ട് ഈ രീതിയിൽ പരിണമിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് അനുയോജ്യമായിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഫൈൻ സ്ട്രക്ചറൽ കോൺസ്റ്റൻറ്റിൽ തന്നെ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. ആ ചെറിയ വേരിയേഷൻസ് വലിയ പ്രശ്നമല്ല. അതായത് നമ്മൾ അപ്രോക്സിമേഷൻസിലാണ്
പ്രപഞ്ചം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആശയങ്ങളും അപ്രോക്സിമേഷനിലാണ്, നമ്മുടെ സിദ്ധാന്തങ്ങളും അപ്രോക്സിമേറ്റാണ്. അപ്പോൾ ആ ഒരു അപ്രോക്സിമേഷൻസ് തീർച്ചയായിട്ടും നിലവിലുണ്ട്. വളരെ വലിയ വ്യതിയാനമുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കത്തുള്ളൂ. അപ്പോൾ അതിന് ശരിക്കും പ്രപഞ്ചത്തിന് ഏറ്റവും അനുയോജ്യമായത് പ്രപഞ്ചം സെലക്ട് ചെയ്ത് ഈ രീതിയിൽ വന്നു. അപ്പോൾ അതിന് ഈ രീതിയിലല്ലായിരുന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിലായിരുന്നതിന്, അത്രേ ഉള്ളൂ. അതിനകത്തൊരു മറ്റൊരു കൈകടത്തലോ അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനോ അതിനകത്തില്ല. ഇൻ്റലിജൻറ്റ് ഡിസൈൻ എന്ന് പറയുകയാണെങ്കിൽ ഹൂ ഇസ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദറ്റ് ഇൻ്റലിജൻറ്റ് ദിസ് തിങ് ബിഹൈൻഡ് ദിസ്, അപ്പോൾ അതിന് നമുക്ക് ആൻസർ പറയാൻ സാധിക്കത്തില്ല. അപ്പം ദർ ആർ നോ ആൻസേഴ്സ് ഫോർ ദാറ്റ്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പ്രപഞ്ചത്തിന് ടോപ്പ് ഡൗൺ കോസ്മോളജി അനുസരിച്ച് പ്രൊഫസർ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ടോപ്പ് ഡൗൺ കോസ്മോളജി അനുസരിച്ച് നല്ലൊരു വിവരണമാണ്. അതായത് അതിനകത്ത് റിച്ചാർഡ് ഫെയ്മാൻ്റെ പാത്ത് ഇൻ്റഗ്രലാണ് വർക്കൗട്ട് ചെയ്യുന്നത്, ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും പുറകിലോട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഘടകത്തിന് ചെറിയ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിനെ നമുക്ക് മാറ്റിമറിക്കാം. മനുഷ്യർക്ക് പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. കാരണം നമ്മുടെ നിരീക്ഷണങ്ങളിൽ നമ്മൾ വ്യതിയാനങ്ങൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അവസ്ഥകൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാക്കൾ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് ശരിക്കും. വി ആർ ദ ക്രിയേറ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ്. സോ വി ഡിസൈഡ്. കാരണം ഇന്നത്തെ നമ്മുടെ അവസ്ഥ വെച്ചുകൊണ്ട് നമ്മൾ പുറകിലേക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് പറയാൻ പറ്റും, ഏത് രീതിയിൽ വേണമെങ്കിലും പ്രപഞ്ചത്തിന് ഉത്ഭവിക്കുകയും പരിണമിക്കുകയും ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. ചില ദാർശനികർ, തത്വശാസ്ത്ര ഫിലോസഫേഴ്സ് ഓഫ് സയൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ബിഗ് ബാങ് സിദ്ധാന്തം ഇപ്പോൾ ശാസ്ത്രം പരിഗണിക്കുന്ന രീതി വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ഇൻ്റർവെൻഷനെ വലിയൊരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണ് എന്ന് പറയും. അതിനെയാണ് നമ്മൾ ഫിലോസഫിയിൽ ക്രിയേറ്റർ എന്ന് വിളിക്കുന്നത്. അത് ഏത് ടൈപ്പാണ് എന്നുള്ളതൊക്കെ വിശ്വാസത്തിൻ്റെയൊക്കെ മേഖലയാണ്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ബിഗ് ബാങ് സിദ്ധാന്തത്തിന് ബാഹികമായ ഒരു സൃഷ്ടാവിൻ്റെയോ അല്ലെങ്കിൽ ഏജൻസിയുടെയോ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? അതിന് തിയിസ്റ്റിക് ആൻഡ് എത്തിയിസ്റ്റിക് ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട് ബിഗ് ബാങ് തിയറിക്ക്. ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമൊക്കെ ഒരു സൃഷ്ടാവിൻ്റെ സാങ്കത്യത്തെ പൂർണ്ണമായിട്ട് നിഷ്കാസനം ചെയ്തിരിക്കുന്നതാണ്. അപ്പം നിലവിലുള്ള നമ്മുടെ പ്രപഞ്ചവിജ്ഞാനീയത്തിൻ്റെ ആഭിമുഖ്യങ്ങൾ അനുസരിച്ച് പ്രപഞ്ചത്തിൻ്റെ ഇപ്പോഴത്തെ ശാസ്ത്ര വിവരണങ്ങൾ പൂർണ്ണമായും ഒരു സൃഷ്ടാവിൻ്റെ സാങ്കത്യത്തെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന വാദമുഖങ്ങളോട് സാർ യോജിക്കുന്നുണ്ടോ? അതുപോലെ ഏതെങ്കിലും രീതിയിൽ അത്തരത്തിലുള്ള ഒരു അതിഭൗതിക തത്വത്തിൻ്റെ സാന്നിധ്യത്തെ അല്ലെ അതിൻ്റെ ഒരു സാധുതയെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുമോ? സൃഷ്ടാവെന്ന് പറയുന്ന ഒരു സങ്കല്പം അതിമനോഹരമായൊരു സങ്കല്പമാണ്. എൻ്റെ അഭിപ്രായത്തിൽ സൃഷ്ടാവെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓൾ മൈറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് പ്രപഞ്ചം തന്നെയാണ്. ഒമ്നി പൊട്ടൻറ്റ്, ഒമ്നി പ്രസൻറ്റ്, ഒമ്നിസിയൻറ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു കാര്യം നമുക്ക് പറയാവുന്നത് പ്രപഞ്ചത്തിന് തന്നെയാണ്. അപ്പോൾ അതിനൊരു ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു രൂപം നമ്മൾ വ്യാഖ്യാനിച്ചത് വളരെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അന്നത്തെ ആ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് ചെയ്തത്. ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ ഒരു കണ്ടെത്തലിൽ നിന്നും നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻസ് നമുക്ക് പറയാവുന്നത് യൂണിവേഴ്സ് ആസ് ക്രിയേറ്റഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, യൂണിവേഴ്സിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ഉത്ഭവിക്കാമായിരുന്നു. സ്വന്തമായുള്ള ഒരു ഉത്ഭവമാണ് പ്രപഞ്ചത്തിനുള്ളത്. ആ സ്വന്തമായ അന്നത്തെ അവസ്ഥകളനുസരിച്ച് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ അന്നൊരു ഉത്ഭവമുണ്ടായി. അപ്പോൾ അതിനകത്ത് ഒരു എക്സ്റ്റേണൽ കൈകടത്തൽ എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഈ ഉത്ഭവത്തിന് മുമ്പുള്ള അവസ്ഥകൾ തന്നെ ഇറ്റ് ഈസ് അൺഡിഫൈൻഡ്. നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. ആ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസിൻ്റെ ക്വാണ്ടം ഫോമിൽ നിന്നുള്ള ഉത്ഭവമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനകത്തൊരു ഇൻ്റലിജൻറ്റ് ഡിസൈനിൻ്റെ ആവശ്യമില്ല. ഈ രീതിയിൽ ഉത്ഭവിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ ഉത്ഭവിച്ചേനെ. അപ്പോൾ അതിനകത്ത് നമുക്കൊരു ഒരു ഒമ്നിപൊട്ടൻ്റ് എന്ന് പറയാവുന്ന ഒരു വലിയ മാഗ്നിറ്റ്യൂഡുള്ള ചിന്തയെ നമുക്ക് കൊണ്ടുപോകുന്നത് പ്രപഞ്ചത്തിലേക്ക് തന്നെയാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാം, സൂര്യനെക്കുറിച്ച് നമ്മൾ കണക്കിലെടുക്കണം. സൂര്യനാണ് നമ്മുടെ എല്ലാം. വി ഹാവ് ഒറിജിനേറ്റഡ് ഫ്രം ദ സൺ. കാരണം സോളാർ സിസ്റ്റത്തിലെ എല്ലാ ഘടകങ്ങളും സൂര്യനിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാത്തിനും നമ്മൾ ആശ്രയിക്കുന്നത് സൂര്യനെയാണ്. നമ്മൾ ഇനി ഭാവിയിൽ 500 കോടി വർഷമായി സൗരയൂഥം ഉണ്ടായിട്ട്, ഭൂമി ഉണ്ടായിട്ട് ഏകദേശം 460 കോടി വർഷമായി. നമ്മളിപ്പോൾ ദൈനംദിനമായിട്ടുള്ള ഊർജ്ജാവശ്യങ്ങൾക്കും എല്ലാം സൂര്യനെ ആശ്രയിക്കുന്നത്. നമ്മുടെ സൂര്യൻ്റെ അംശത്തെയാണ് ഭക്ഷിക്കുന്നത്. അതായത് സൂര്യൻ്റെ വെളിച്ചം ഫോട്ടോസിന്തസിസിലൂടെ അവർ എനർജിയാക്കി രൂപപ്പെടുത്തി സസ്യങ്ങൾ
അത് സസ്യബുക്കുകൾ ഭക്ഷിക്കുന്നു, സസ്യബുക്കുകളെ മാംസബുക്കുകൾ ഭക്ഷിക്കുന്നു. മനുഷ്യനാണെങ്കിൽ സസ്യങ്ങളെയും മാംസബുക്കുകളെയും എല്ലാം മാംസവും എല്ലാം ഭക്ഷിക്കുന്നു. അതിൽ നിന്നാണ് നമുക്ക് ഊർജ്ജം ലഭിക്കുന്നത്. എല്ലാ ജീവികൾക്കും ഊർജ്ജം ലഭിക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ്. അപ്പോൾ ഊർജ്ജത്തിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ്സ് എന്ന് പറയുന്നത് സൂര്യനാണ്. ഭൂമിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും കാരണം സൂര്യനാണ്. ഇപ്പോൾ ഇവിടെ കാലാവസ്ഥയ്ക്കും മറ്റെല്ലാ ഘടകങ്ങൾക്കും, ഭൂമിയിലെ എല്ലാ ഘടകങ്ങൾക്കും കാരണം, അതിൻ്റെ മാറ്റങ്ങൾക്കും കാരണം സൂര്യനാണ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന സൂര്യനാണ്. ഭാവിയിൽ 500 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ, സൂര്യൻ്റെ അവസാനമാകുമ്പോൾ നമ്മളെ നിർമ്മിച്ചിട്ടുള്ള എല്ലാ കണങ്ങളും, കാരണം നമ്മളെല്ലാം കണങ്ങളാണ്, കണങ്ങളുടെ ഒരു കൂട്ടമാണ്. ഈ കണങ്ങളെല്ലാം 500 കോടി വർഷം കഴിയുമ്പോൾ സൂര്യനിലേക്ക് തന്നെ ലയിക്കും. ഒരു മാറ്റമുള്ളത്, ഇൻ്റലിജൻ്റായിട്ടുള്ള മനുഷ്യൻ ചിലപ്പോൾ സൗരയൂഥം വിട്ട് മറ്റ് മേഖലകളിലേക്ക് പോകും, മറ്റ് ഗാലക്സികളിലേക്കും മറ്റ് നക്ഷത്രയൂഥങ്ങളിലേക്കും പോകും. അങ്ങനെയാണെങ്കിൽ അവരെ ഒഴിവാക്കി ബാക്കിയെല്ലാം സൂര്യനിലേക്ക് തന്നെ തിരിച്ചു ചെല്ലും. അപ്പോൾ അത്തരത്തിലുള്ള ചിന്തയാണ് നമുക്കിവിടെ കൊണ്ടുവരേണ്ടത്. നമ്മൾ സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്രഷ്ടാവ് അല്ലെങ്കിൽ ഓൾമൈറ്റി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിനെ പറയാം. നമ്മുടെ എല്ലാത്തിൻ്റെയും സ്രോതസ്സ് സൂര്യൻ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് കൊണ്ടുവരാം. നമ്മളത് എപ്പോഴും റിയലൈസ് ചെയ്യണം. അത് പ്രപഞ്ചം തന്നെ ഓംനിപൊട്ടൻ്റ്, ഓംനിഷ്യൻ്റ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കേവലം പദാർത്ഥികമായ അർത്ഥത്തിൽ മാത്രം നമ്മൾ പ്രപഞ്ചത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സാർ വിഭാവനം ചെയ്യുന്ന അതിസുന്ദരമായ ആ പ്രപഞ്ച സമസ്യകൾ മുഴുവനും ഉൾച്ചേരുമോ എന്നെനിക്കൊരു സംശയം. അത്തരത്തിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പല എത്തിയിസ്റ്റിക് മൈൻഡഡ് ആയിട്ടുള്ള ശാസ്ത്രകാരന്മാരും ദൈവമില്ല എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവരൊരു പാശ്ചാത്യ ജ്ഞാനമീമാംസയുടെ പരിധിക്കുള്ളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു എക്സ്റ്റേണൽ ക്രിയേറ്ററുടെ ആവശ്യമില്ല എന്നവർ പറയാനിടയാകുന്നത് എന്ന് പറയും. സാർ വിഭാവനം ചെയ്യുന്നത് പോലെ അത്ര സാർവലൗകികമായ ഒരു പ്രപഞ്ച ദർശനത്തിൽ, അല്ലെങ്കിൽ അതിഭൗതികത തന്നെ ഭൗതികതയിൽ അതിഭൗതികതയും ചേർന്നിരിക്കുന്ന ഒരു പ്രപഞ്ച ദർശനമാണ് എങ്കിൽ അത് നമ്മുടെ ഭാരതീയമായ ജ്ഞാനമീമാംസയോടും പ്രപഞ്ച ദർശനങ്ങളോടും ഒക്കെ ഒത്തിരി ചേർന്ന് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മൾ വിശ്വാസത്തിൻ്റെ ഭാഷയിൽ ഉപയോഗിക്കുന്ന ദൈവം എന്ന് പറയുന്ന സംജ്ഞ തന്നെ അന്തര്യാമിയായിട്ട് ഇമ്മനൻ്റ് ആയിട്ടുള്ള ഒരു ഗോഡിനെ വേണമെങ്കിൽ ദൈവശാസ്ത്ര ദൃഷ്ടിയ ഈ പറഞ്ഞ വിശാലമായ ഒരു പ്രപഞ്ച ദൃശ്യത്തിൽ നമുക്ക് ഉൾച്ചേർക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് വിശ്വാസത്തിൻ്റെയോ അവിശ്വാസത്തിൻ്റെയോ ചോദ്യം ജ്ഞാനമീമാംസാപരമായ ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നു. അവിടെ നമുക്ക് ഭാരതീയമായ പ്രപഞ്ച ദർശനത്തിൻ്റെ മാതൃകകൾ ഒന്നും കൂടെ മെച്ചപ്പെട്ട ഒരു മാതൃകയായിട്ട്, ഒരു ഓൾട്ടർനേറ്റീവായിട്ടും സ്വീകരിക്കാമെന്ന് എനിക്ക് തോന്നുകയാണ്. ഒരുപക്ഷെ ഇതാണോ സാറിനെ സ്റ്റീഫൻ ഹോക്കിങ്ങിന് ഭഗവത്ഗീതയുടെ ഒരു കോപ്പി നൽകുവാൻ പ്രേരിപ്പിച്ചതും എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സാർ ഒരല്പം വെളിച്ചം വീശുകയാണെങ്കിൽ സന്തോഷം. നമുക്കിപ്പോൾ ആദ്യം താങ്കൾ ചോദിച്ച ആദ്യത്തെ ഘടകത്തെക്കുറിച്ച് പറയാം. ഇപ്പോൾ ക്രിയേറ്ററിനെ കുറിച്ചുള്ള സങ്കല്പം എന്ന് പറഞ്ഞു, ഇത് സയൻസിൻ്റെയും ഇപ്പോൾ റിലീജിയനെ ബേസ് ചെയ്തിട്ട്, റിലീജിയനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഒരു ക്രിയേറ്ററിൻ്റെ സങ്കല്പമൊക്കെ വരുന്നത്. ഇതിൻ്റെ ഇത്തരത്തിലുള്ള സങ്കല്പങ്ങളുടെയും സയൻസിൻ്റെയും ഉത്ഭവം ഒരിടം തന്നെയാണ്, അതായത് മനുഷ്യൻ്റെ മസ്തിഷ്കം. മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുള്ള ആ പാറ്റേണുകളിൽ നിന്നുള്ള ചിന്തകളെ മാത്രമേ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുള്ളൂ. ആ രീതിയിൽ മാത്രമേ നമുക്ക് ചിന്തിക്കാനും സാധിക്കത്തുള്ളൂ. വളരെ വലിയ സാധ്യതകളുള്ളതാണ് നമ്മുടെ മസ്തിഷ്കം, പക്ഷേ ചില പാറ്റേണുകളിൽ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു ഉത്ഭവം തന്നെ പ്രപഞ്ചത്തിന് വേണം എന്ന് പറയുന്ന ഒരു ശാഠ്യം വേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, പ്രപഞ്ചത്തിന് എന്തിനാണ് ഒരു ഉത്ഭവം വേണ്ടത്? അത് നമ്മുടെ പണ്ടത്തെ ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ സ്വാംശീകരിച്ച് കൊണ്ടുവന്നിട്ട് സയൻസ് ഇതുപോലെയുള്ള റിലീജിയസ് തോട്ട്സിനെയോ അല്ലെങ്കിൽ പ്രാചീനമായ ചിന്തകളെയോ ഒരുപാട് ആശ്രയിക്കുന്നുണ്ട്, അത് തെളിയിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. അത് രൂഢമൂലമായിട്ടുള്ള ആശയങ്ങളെ തെളിയിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രപഞ്ചത്തിന് ഒരു ഉത്ഭവം വേണ്ടതുണ്ട് എന്ന് പറയുന്നൊരു ശാഠ്യം വേണ്ടത്. എന്നാൽ ചില ഇടങ്ങളിൽ അതിൻ്റെ ആവശ്യമില്ലാതെയുള്ള ആശയങ്ങളും, പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ, ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല, ആ പ്രദേശത്ത് പഴയ ആ ഒരു പ്രാചീന ഇന്ത്യയിൽ ആ പ്രദേശത്ത് നിലനിന്നിരുന്ന ആശയങ്ങളെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറേ കൂടി സങ്കീർണമായിരുന്നു, കുറച്ചുകൂടി ആക്സെപ്റ്റബിളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ശരിക്കും. പ്രത്യേകിച്ച് ഒരു 2500-3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഋഗ്വേദത്തിലെ നാസാദീയ സൂക്തം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലേക്ക് എന്നെ ആകർഷിച്ചത് ഋഗ്വേദം വായിച്ചിട്ടല്ല, ഞാൻ കാൾ സാഗൻ്റെ ഒരു
പുസ്തകം വായിച്ചതിൽ നിന്ന് വിശദീകരിക്കാമോ? അത് ഇതുണ്ടായിരുന്നോ ഇല്ലയോ, അതിൻ്റെ ആ സാൻസ്ക്രിറ്റ് എനിക്ക് പറയാൻ അറിയത്തില്ല. ക്രിയേറ്റർ ഉണ്ടായിരുന്നോ ഇല്ലയോ, അതോ സ്വയം ഉണ്ടായതാണോ എന്നൊക്കെയാണ് അത് പറയുന്നത്. അതായത് ഇറ്റ്സ് അൺസേർട്ടൺ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് അൺസേർട്ടൺ. പിന്നെ അതിനകത്ത് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ എലമെൻറ്റിൻ്റെയും കാര്യം അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു റിലീജിയൻ്റെയോ ഒരു പ്രത്യേക റിലീജിയൻ്റെയോ ഒരു പ്രത്യേക കൂട്ടം ആളുകളുടെയോ സ്വന്തമല്ല. അത് മാനവരാശിയുടെ സ്വന്തമാണ് ആ ചിന്ത. ഇപ്പോൾ പാശ്ചാത്യ ചിന്തയെ നമ്മൾ മാനവരാശിയുടെ ചിന്തയായിട്ട് കണക്കാക്കുക. പാശ്ചാത്യമെന്നോ പൗരസ്ത്യമൊന്നോ നമുക്ക് കരുതേണ്ട ആവശ്യമില്ല. അക്കാലത്തെ ഒരു ചിന്തയുടെ ഒരു ഭാഗമാണ്. അതിലെ നല്ല കാര്യങ്ങൾ നമുക്ക് എടുക്കാം. അതായത് അന്ന് നമ്മൾ ഈ രീതിയിൽ ചിന്തിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും അംഗീകരിക്കാവുന്നതാണ്. അപ്പോൾ ആ രീതിയിലാണ് ആ ഒരു ചിന്ത അന്ന് വന്നത്. 2500-3000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ രീതിയിലുള്ള ചിന്ത ഭാരതത്തിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതുമാത്രമല്ല, നമ്മുടെ ആര്യന്മാരെ പോലെ തന്നെ പ്രധാനപ്പെട്ടവരായിരുന്നു ദ്രവീഡിയർ, അപ്പം ദ്രാവിഡിയൻസ് ഇവിടുത്തെ. അപ്പോൾ അവർക്കും ഈ രീതിയിലുള്ള ആശയങ്ങൾ അന്നുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ജനതയായിരുന്നു ദ്രാവിഡ ജനത. അപ്പം ഒരു ആര്യൻ ഒരു കൺസെപ്റ്റാണോ ദ്രവീഡിയൻ കൺസെപ്റ്റാണോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നല്ല കാര്യങ്ങൾ, ഈ രീതിയിലുള്ള ചിന്ത, പ്രാചീനമായ ചിന്ത നിലനിന്നിരുന്നു. അത് നമുക്ക് ഏത് രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാവുന്നതാണ്. പിന്നെ ഈ രീതിയിൽ നമുക്ക് അഭിമാനിക്കുകയും ചെയ്യാം. അതൊരു പ്രത്യേക ഒരു റിലീജിയൻ്റെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെയോ ഒന്നും സ്വന്തമൊന്നുമല്ല. എല്ലാവർക്കും അതിലെ കാര്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, താങ്കളിപ്പോൾ ചോദിച്ചു, എൻ്റെ അടുത്ത് ഭഗവത്ഗീതയെക്കുറിച്ച് ചോദിച്ചു. എന്തുകൊണ്ട് ഭഗവത്ഗീത പ്രൊഫസർ ഹോക്കിങ്ങിന് സമ്മാനമായിട്ട് കൊണ്ടുപോയെന്ന്. ഭഗവത്ഗീത അല്ലാതെ മറ്റൊരു പുസ്തകത്തിനെക്കുറിച്ച് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. മറ്റൊരു പുസ്തകം ഇല്ല ഇന്ത്യയിൽ നിന്ന്. അതിൻ്റെ ലിറ്റററി വാല്യൂ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത്രയും ലിറ്റററി വാല്യൂ ഉള്ള മറ്റൊരു പുസ്തകം എനിക്ക് ഇവിടുന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നെ ഹോക്കിങ്ങിൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ബെറ്റുകൾ വെക്കാറുണ്ട്. അതായത് ഇന്ന കാര്യം തെറ്റാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ താങ്കൾക്ക് ഒരു വർഷത്തെ സർക്കുലേഷൻ, ഒരു പ്രത്യേക പുസ്തകം. ആ പുസ്തകം എന്ന് പറയുന്നത് അഡൾട്ട് മാസികകളാണ് അദ്ദേഹം സർക്കുലേഷൻ. ഇപ്പോൾ പെൻറ്റ് ഹൗസ്, പ്രൈവറ്റായി തുടങ്ങിയ മാസികകളാണ് അദ്ദേഹം സർക്കുലേഷൻ ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ കൊടുക്കാമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 പുസ്തകങ്ങളേ ഉള്ളൂ ഭാരതത്തിൽ നിന്ന് കൊണ്ടുപോകാനായിട്ട്. ഒന്ന് ഭഗവത്ഗീത, പിന്നെ രണ്ടാമതായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് കാമസൂത്ര. അപ്പോൾ ആ 2 പുസ്തകങ്ങളാണ് ശരിക്കും ലോക പ്രശസ്തമായിട്ടുള്ളത്. മറ്റൊന്നും അതിനെക്കുറിച്ച് വേറെ ഒന്നും അതിനകത്ത് അതിലുള്ള കൺസെപ്റ്റ്സ് നല്ലതാണ്. അപ്പോൾ അതിലെ കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ താല്പര്യമായിരിക്കും എന്നെനിക്ക് തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളുടെ എല്ലാ പ്രഭാഷണങ്ങളുടെയും തുടക്കത്തിൽ നോക്കിയാൽ അറിയാം, ക്രിയേഷൻ മിത്തിനെ കുറിച്ച് പറയും, ആഫ്രിക്കയിലെ ക്രിയേഷൻ മിത്തിനെ കുറിച്ച് പറയും, അല്ലെന്നുണ്ടെങ്കിൽ മായന്മാരുടെ ക്രിയേഷൻ മിത്തിനെ കുറിച്ച് പറയും. അതൊരു പഴയ ക്രിയേഷൻ മിത്ത്, അതിൽ നിന്നും ഇപ്പോൾ ഒറിജിൻ ഓഫ് ദ യൂണിവേഴ്സ്, അതിൽ നിന്നും ഇങ്ങനെ തുടങ്ങുന്നു എന്ന് അദ്ദേഹം രസകരമായ രീതിയിൽ അവതരിപ്പിക്കുന്നു പ്രഭാഷണങ്ങൾ. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ രസകരമാണ്. അത് രസകരമാക്കുന്നത് ഈ രീതിയിലുള്ള ക്രിയേഷൻ മിത്തുകളാണ്. ഭഗവത്ഗീതയ്ക്ക് പ്രാധാന്യങ്ങളുണ്ട്. കാരണം നമ്മുടെ ഒരു ഒപ്റ്റിമിസത്തിലേക്ക് കൊണ്ടുപോയ ഒരു ലിറ്റററി വർക്കാണ് ഭഗവത്ഗീത. കാരണം ബുദ്ധിസത്തിൻ്റെയും ജൈനിസത്തിൻ്റെയൊക്കെ ഒരു പെസിമിസ്റ്റിക് കാഴ്ചപ്പാടിൽ നിന്നും സമൂഹത്തിൻ്റെ ആ ഒരു അവസ്ഥകളെ നേരിടാനായിട്ട് ആഹ്വാനം ചെയ്ത ഒരു പുസ്തകമായിരുന്നു ഭഗവത്ഗീത. അതിന് ആ ഒരു പ്രാധാന്യം തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് സമൂഹത്തിൻ്റെ ഉത്ഭവത്തിനെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ സമൂഹത്തിന് എങ്ങനെ ഉത്ഭവിച്ചു എന്ന്, കാരണം ലിബിഡോ എന്ന് പറയുന്ന ഘടകം അടക്കി നിർത്തിക്കൊണ്ടാണ് അത് മറ്റു മേഖലകളിലേക്ക് തിരിച്ചുവിട്ടാണ് ശരിക്കും സമൂഹം ഉന്നതി പ്രാപിച്ചത്. അപ്പോൾ അത് അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഇൻഫ്ലുവൻസുകൾ ശരിയാവില്ല. അതായത് ജൈനിസമോ ബുദ്ധിസമോ പറയുന്ന രീതിയിലുള്ള പെസിമിസ്റ്റിക് ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ ശരിയാവില്ല. സമൂഹം മുന്നോട്ട് പോകണമെങ്കിലും മാനവരാശി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിലും അതിന് ചില പുഷുകൾ വേണ്ടതുണ്ട്, ചില റെവലേഷൻസ് വേണ്ടതുണ്ട്. അതിപ്പോൾ ആ ഒരു ലിറ്റററി കൺസെപ്റ്റ്, ആ ഒരു കൺസെപ്റ്റിലാണ് അത് രചിച്ചിട്ടുള്ളതും അത് പ്രചരിപ്പിച്ചിട്ടുള്ളതും. ആ രീതിയിൽ മാത്രം അതിനെ കണ്ടാൽ മതി. ഞാൻ ആ രീതിയിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് സമ്മാനിച്ചതും അതിൻ്റെ ലിറ്റററി വാല്യൂ മാത്രം മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന് അത് സമ്മാനിച്ചത്. സ്റ്റീഫൻ ഹോക്കിങ്ങിലേക്ക് ഇതിന് അല്പമായിട്ട് മടങ്ങി വരാം. ഹോക്കിങ് കരുത്തനായ ഒരു ശാസ്ത്രകാരനാണ്, തീർച്ചയായിട്ടും. പക്ഷെ എന്നാലും ഞാൻ അദ്ദേഹത്തെ വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി അല്പം ദുർബലമായിരുന്നതായിട്ട് എനിക്കൊരു തോന്നലുണ്ട്. ഞാനത് എനിക്കങ്ങനെ തോന്നാൻ കാരണം, ഹോക്കിങ് സാർ തന്നെ ഇവിടെ പ്രതിപാദിച്ചുവല്ലോ, ഒറിജിൻ ഇല്ലാത്ത ഒരു യൂണിവേഴ്സിനെ പറ്റി നമുക്ക് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ?
നല്ലൊരു തത്വശാസ്ത്രപരമായിട്ട് വളരെ ശക്തമായൊരു ചോദ്യമാണത്. ശരിക്കും സ്റ്റീഫൻ ഹോക്കിങ് ചെയ്തിരിക്കുന്നതും അതാണ്. ഒറിജിനില്ലാത്ത നിത്യമായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രപഞ്ചം എന്ന് പറയും. അങ്ങനെയൊരു പ്രപഞ്ച ദർശനമാണ് എങ്കിൽ സ്പേസിനും ടൈമിനും ബൗണ്ടറി ഇല്ല എങ്കിൽ പിന്നെ എന്തിനാണ് ദൈവത്തിൻ്റെ ആവശ്യം എന്നുള്ളതാണ് ഹോക്കിങ് ചോദിക്കുന്നത്. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ദാർശനിക ദൗർബല്യം, ദുർബലമാണ് ദർശനമെന്ന് എനിക്ക് തോന്നാൻ കാരണം പല പാരമ്പര്യങ്ങളിലും ഗ്രീക്ക് തത്വചിന്തയിലോ അല്ലെ ക്രിസ്തീയ ദൈവശാസ്ത്ര പാരമ്പര്യത്തിലോ ഉത്ഭവമില്ലാതെ യൂണിവേഴ്സ് നിലനിൽക്കുകയാണെങ്കിൽ പോലും ദൈവത്തിന് സാങ്കത്യമുണ്ട്. ദൈവം സൃഷ്ടാവായിട്ട് മാത്രമേ ദൈവത്തിന് സാങ്കത്യമുള്ളൂ എന്ന് പറയാൻ വയ്യ. നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിൽ, ഋഗ്വേദ പാരമ്പര്യത്തിലെ കോസ്മോഗണിക് മിത്തുകൾ പരിശോധിച്ച് നോക്കുക. ഒരു ഓർഗാനിക് ഇൻ്റർകണക്റ്റഡ്നെസ് ഓഫ് ദ യൂണിവേഴ്സ്, എഫ്ലുവൻ്റ് മോഡലാണ് ഇവിടെ പറയും. ദൈവം തന്നെ പ്രപഞ്ചമായിട്ട് ഉരുത്തിരിഞ്ഞ ഒരു രീതിയാണ് അവർ മിസ്റ്റിക്കലായിട്ട് അവിടെ അനുധാവനം ചെയ്യുന്നത്. ടാവോയിസ്റ്റ് ഫിലോസഫിയിൽ ടാവോയാണ് അൾട്ടിമേറ്റ് പ്രിൻസിപ്പിൾ, ഒരു പേഴ്സണൽ ഗോഡ് അല്ല എങ്കിലും ചൈനക്കാർക്കാണെങ്കിൽ ഒരു ക്രിയേറ്റർലെസ് ഗോഡ് അവരുടെ ഗോഡ് എന്ന് പറയുന്ന സംഗതികൾ. ഈ വക ചിന്താധാരകളും കൂടെ ഹോക്കിംഗ് ഒക്കെ പരിചയപ്പെട്ടിരുന്നുവെങ്കിൽ സ്പേസിനും ടൈമിനും ബൗണ്ടറി ഇല്ല എന്നതുകൊണ്ട് മാത്രം വാട്ട് പ്ലേസ് ദെൻ ഫോർ എ ക്രിയേറ്റർ എന്ന് ചോദിക്കുവാൻ ഹോക്കിംഗ് സന്നദ്ധമാകുമായിരുന്നോ? ഹോക്കിങ്ങിൻ്റെ പുസ്തകത്തെ എത്ര വിഖ്യാതമാക്കി തീർന്നത് കാൾ സേഗൻ്റെ പ്രിഫേസ് ആണെന്ന് നമുക്കറിയാം. ദിസ് എ ബുക്ക് അബൌട്ട് ദി നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. കാൾ സേഗന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാശ്ചാത്യ തത്വചിന്തയുടെ ഒരു ഫസ്റ്റ് കോസിനെ പോസ്റ്റുലേറ്റ് ചെയ്യുന്ന, ഒരു ട്രാൻസെൻഡൻ്റൽ ആയിട്ടുള്ള ഗോഡിനെ പോസ്റ്റുലേറ്റ് ചെയ്യുന്ന ഒരു ചിന്താധാരയുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ടല്ലേ, മറ്റു ഓൾട്ടർനേറ്റീവ് അവർക്ക് ദർശനപരമായി ഇല്ലായിരുന്നത് കൊണ്ടല്ലേ ഇത്തരണത്തിലുള്ള ഒരു ഹാർഡ് കോർ എത്തീസത്തിലേക്ക് നീങ്ങിയത് എന്നെനിക്കൊരു സംശയം. നമ്മുടെ ബയോളജിയുടെ ഒരു നേട്ടമാണ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. മൈൻഡും അതാണ്. മൈൻഡിൻ്റെ ഒരു സൃഷ്ടിയാണ് ഈ രീതിയിലുള്ള ചിന്തകളെല്ലാം. ബയോളജിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്. അതായത് കണങ്ങളുടെ അല്ലെങ്കിൽ രാസവസ്തുക്കളുടെ കെമിസ്ട്രിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഫിസിക്സാണ്. അപ്പോൾ ഫിസിക്സിലാണ് പ്രൊഫസർ ഹോക്കിംഗ് ഉൾപ്പെടെയുള്ളവർ വിശ്വാസം അർപ്പിച്ചിരുന്നത്. അപ്പം ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ നിന്നും, നാച്ചുറൽ ലോസിൽ നിന്നും നമ്മുടെ മറ്റു കാര്യങ്ങളെല്ലാം വിവരിക്കാൻ സാധിക്കും. വിവരിക്കാൻ സാധിക്കാത്തുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രപഞ്ചത്തിൻ്റെ ആദ്യ അവസ്ഥ 3,80,000 വർഷത്തിന് മുമ്പുള്ള, അതായത് പ്രപഞ്ചം തുടങ്ങിയതിന് ശേഷം 3,80,000 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥകളെ നമുക്ക് കൃത്യമായിട്ട് വിവരിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ 3,80,000 വർഷങ്ങൾക്ക് മുമ്പുള്ളത് സ്പെക്കുലേഷനാണ് ശരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളവ ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് നല്ലതുപോലെ തന്നെ വിവരിക്കാൻ സാധിക്കും. അതിനൊരു എക്സ്റ്റേണൽ ഏജൻസി നിന്നിട്ട് ഇപ്പോൾ ക്വാണ്ടത്തിലെ ഈ ഒരു അൺസർട്ടനിറ്റീസൊക്കെ അദ്ദേഹം ഡിസൈഡ് ചെയ്തിട്ട് ഈ രീതിയിലുള്ള ഘടനകൾ ഉണ്ടാക്കുന്നു എന്ന് കരുതുന്നതിന് പകരം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്തുകൊണ്ട് എടുത്തുകൂടാ? അദ്ദേഹം ഒരു വലിയ ദാർശനികൻ തന്നെയാണ്. പ്രൊഫസർ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്നത് ദർശനത്തിലെ ഏറ്റവും പ്രമുഖമായ ആശയങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള വിവരണങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് വിറ്റ്ഗൻസ്റ്റൈൻ്റെ ആശയങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാൾ പോപ്പറിൻ്റെ ആശയങ്ങളൊക്കെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിനെ പിന്താങ്ങിയിട്ടുണ്ട്. അപ്പം ദാർശനികമായിട്ടുള്ള കാഴ്ചപ്പാടും അദ്ദേഹത്തിന് വളരെ നല്ലൊരു ദാർശനികന് മാത്രമേ ഒരു പ്രപഞ്ചവിജ്ഞാനീയ ഗവേഷകനാകാൻ സാധിക്കുകയുള്ളൂ. കാരണം സയൻസിലെ ആ ഒരു ഡ്രൈ ആയിട്ടുള്ള കൺസെപ്റ്റ്സ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് പ്രപഞ്ചവിജ്ഞാനീയത്തിലെ കൺസെപ്റ്റ്സിനെ വിപുലീകരിക്കാൻ പറ്റത്തില്ല. നല്ലൊരു ദാർശനികനായെങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. പക്ഷെ ദാർശനികനാണ് പരിമിതികളുള്ളത്. കാരണം ദാർശനികന് അലൗബിളായിട്ടുള്ള ആ ഒരു മേഖലകളിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു കോസ്മോളജിസ്റ്റിന് കോസ്മോളജിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൂടെയും സഞ്ചരിക്കാം, ദർശനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൂടെയും സഞ്ചരിക്കാം. അപ്പം ഹോക്കിങ്ങിനെ പോലുള്ളവരുടെ മാഗ്നിറ്റ്യൂഡ് വളരെ വലുതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ആശയങ്ങൾക്കും ആ രീതിയിലുള്ള സാന്ദ്രതയുമുണ്ട്, പ്രാധാന്യവുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ടോപ്പ് ഡൗൺ കോസ്മോളജിയെക്കുറിച്ച് പറഞ്ഞത്. നമ്മൾ തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാക്കൾ എന്ന് പറഞ്ഞു. വി ആർ ദ ക്രിയേറ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ്. കാരണം ഇന്നത്തെ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല 1000 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇലക്ട്രോണിൻ്റെ ചാർജ് ചെറുതായിട്ട് വ്യത്യസ്തമായിരുന്നു അല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല. ആ സമയത്ത് ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റിന് ചെറിയ വ്യത്യാസമുണ്ടെന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തെ നമുക്ക് മാറ്റിമറിക്കാനായിട്ട് സാധിക്കും.
അല്ലെങ്കിൽ മറ്റൊരു ഉത്ഭവമായിരിക്കും പ്രപഞ്ചത്തിനുണ്ടാവുക. അപ്പോൾ അത്തരം സാധ്യതകളെക്കുറിച്ച് കൂടി നമുക്ക് കണക്കിലെടുക്കണം. പിന്നെ എക്സ്റ്റേണൽ എന്ന് പറയുന്ന ആ അവസ്ഥകൾ അൺഡിഫൈൻഡ് ആണ്. വി കനോട്ട് ഡിഫൈൻ ദം. പിന്നെ അത് മാത്രമല്ല, ഈ സിംഗുലർ എന്ന് പറയുന്ന സ്റ്റേറ്റ്, ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ് നമ്മുടെ സിംഗുലർ സ്റ്റേറ്റിലേക്ക് നയിക്കുന്നത്. ഇപ്പോൾ ബ്ലാക്ക് ഹോളുകളുടെ ഉള്ളിൽ സിംഗുലാരിറ്റിയാണ്, അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ബ്ലാക്ക് ഹോളുകളുടെ ഘടനയാണ് ശരിക്കും പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിലെ ഘടനയും ഹോക്കിംഗ് ഏകീകരിച്ചുകൊണ്ട് ഈ തുടക്കത്തിലും സിംഗുലാരിറ്റി എന്നുള്ളൊരവസ്ഥ വിവരിച്ചത്. അപ്പോൾ ഈ സിംഗുലർ അവസ്ഥകളെ വിവരിക്കാൻ നമ്മുടെ ഭൗതികം പോരാ. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പോരാ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഇത്തരത്തിലുള്ള കൺസെപ്റ്റ്സും സയൻറ്റിഫിക് കൺസെപ്റ്റ്സും എല്ലാം ഉത്ഭവിച്ചിട്ടുള്ളത് ഒരിടത്തു നിന്നാണ്, അതായത് ഹ്യൂമൻ ബ്രെയിനിൽ നിന്നാണ്. അപ്പോൾ അതിന് പറഞ്ഞിട്ടുള്ള രീതികളിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ, ആ പാറ്റേണിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അത് പിന്നെ നമുക്ക് പറയാവുന്നത്, പ്രപഞ്ചത്തിലെല്ലാ സാധ്യതകൾക്കും സ്ഥാനമുണ്ട്. അതായത് റിച്ചാർഡ് ഫെയ്മൻ്റെ ആശയം അനുസരിച്ചിട്ട് ഒരു കണം എ എന്നുള്ള സ്ഥലത്തു നിന്നും ബി എന്ന സ്ഥലത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിന് സംഭാവ്യമായിട്ടുള്ള എല്ലാ പാതകളിലൂടെയും എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ സാധിക്കും. അതായത് ഒരു കണം, ഞാൻ പറഞ്ഞതാണ്, പ്രപഞ്ചത്തിൻ്റെ എല്ലാ കണങ്ങൾക്കും എല്ലാ സാധ്യമായ മേഖലകളിലൂടെയും സഞ്ചരിക്കാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒന്നാണ് പ്രപഞ്ചം അതിൻ്റെ തുടക്കത്തിനും ആവിർഭാവത്തിനും പരിണാമത്തിനും ഒക്കെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം. അത് ആര് തിരഞ്ഞെടുത്തു എന്നുള്ളതിന് ഒരു ഇതില്ല. പ്രപഞ്ചം തന്നെ അത് ആ രീതിയിലാക്കി, ആ രീതിയിൽ തന്നെയാണ് പരിണാമവും ഉണ്ടായിരിക്കുന്നത്. നമുക്കിപ്പോൾ എന്തുകൊണ്ട് ഭൂമി ഗോൾഡ് ലോക്ക് സോണിൽ നിലനിൽക്കുന്നു? അതങ്ങനെ ആയതുകൊണ്ട്, അതങ്ങനെ ഉത്ഭവിച്ചു, ആ രീതിയിൽ അത്രയും ദൂരത്ത് നിന്നു, അതുകൊണ്ട് ഈ രീതിയിലുള്ള ലൈഫ് ഫോം ഉണ്ടായി എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ആരെങ്കിലും ഭൂമിയെ ഈ ഗോൾഡ് ലോക്ക് സോണിൽ കൊണ്ട് വിട്ടതാണോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു അടിസ്ഥാനമില്ല ശരിക്കും. ഞാൻ സാറിനെ ശരിയാവേണ്ട മനസ്സിലാക്കിയെങ്കിൽ നമ്മൾ ഒരേ ചിന്താഗതി ഫോളോ ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അപ്പാരൻ്റ്ലി ഇങ്ങനെയുള്ള ഹോക്കിങ്ങിൻ്റെ നോ ബൗണ്ടറി തിയറിയൊക്കെ ഒരു ക്രിയേറ്ററുടെ സ്ഥാനത്ത് എലിമിനേറ്റ് ചെയ്യുന്നുവെങ്കിലും മറ്റ് ദാർശനിക ചട്ടക്കൂടുകളിൽ നിന്ന് നമ്മൾ അപഗ്രഥിക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ വളരെ മികച്ച ഒരു ദൈവശാസ്ത്രം തന്നെയാണ് അതിനകത്ത്. ദൈവശാസ്ത്രം എന്ന് വിളിക്കുന്ന അല്പം കഠിന പദമായിരിക്കും, എന്നാലും ഒരു അതിഭൗതികതയുടെ വലിയൊരു ദർശനമാണ് ഹോക്കിങ്ങിൻ്റെയൊക്കെ നോ ബൗണ്ടറി തിയറി തരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഹോക്കിങ്ങിൻ്റെയും ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമും അതിനെപ്പറ്റിയുള്ള ക്രിറ്റിസിസംസിലും ഒക്കെ പഠിച്ചപ്പോൾ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചത് ഈ ചൈനീസ് മെറ്റഫിസിക്സ് ആയിരുന്നു. അപ്പോൾ അത് ഒരുപക്ഷെ ഒരു ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൻ്റെ പക്ഷത്ത് നോക്കുമ്പോഴും ക്രൈസ്തവ ദൈവശാസ്ത്രത്തിനൊക്കെ ഒത്തിരി പുതിയ ആഭിമുഖ്യങ്ങൾ നൽകുവാൻ പോകുന്ന ദൈവശാസ്ത്രപരമായിട്ട് തന്നെ ഒത്തിരി സമ്പന്നമായ ഒരു കൃതിയായിട്ടാണ് എനിക്ക് ഹോക്കിങ്ങിനെ വായിക്കാനായിട്ട് സാധിച്ചത്. ഒരുപക്ഷെ ഹോക്കിങ് വിഭാവനം ചെയ്യുന്നതിനേക്കാളും അധികം അർത്ഥതലങ്ങൾ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളുണ്ട്. ശാസ്ത്രം ആ രീതിയിലാണ് വികസിക്കുന്നത്. ആ രീതിയിൽ കൂടുതൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ പോലും അത് നമ്മുടെ അതിഭൗതിക ദർശനങ്ങൾക്കോ മതാത്മക വീക്ഷണങ്ങൾക്കോ ഒരു വിഘാതമാകുന്നില്ല എന്ന എൻ്റെ ഒരു ഫീലിംഗ്. ഈ പ്രപഞ്ചവിജ്ഞാനവും ദർശനവും മെറ്റാഫിസിക്സും ഒക്കെ തമ്മിലുള്ള ബൗണ്ടറി എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റാണ്. പല ആശയങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു 2000 പേജെങ്കിലും വരേണ്ട ഒരു വർക്കാണത്. അത് കണ്ടൻസ് ചെയ്ത് 200-250 പേജിൽ വെച്ചിരിക്കുകയാണ്. അതിൽ ഓരോ സെൻറ്റൻസും എന്ന് പറയുന്നത് അത്രയ്ക്ക് ഹെവിയാണ്. ഇറ്റ്സ് സോ ഹെവി. നമ്മളത് വ്യക്തമായിട്ട് ജസ്റ്റ് ഒരു ജനറൽ റീഡിങ്ങിലൂടെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം വായിച്ചു നോക്കാമെന്ന് പറഞ്ഞാൽ പറ്റില്ല. അതിനുശേഷവും അതിന് മുൻപൊക്കെ ഉണ്ടായിട്ടുള്ള പല പുസ്തകങ്ങളുമുണ്ട് പ്രപഞ്ച വിജ്ഞാനത്തിൽ. ഇപ്പോൾ ഫ്രെഡ് ഹോയിലിൻ്റെ ഫ്രോണ്ടിയേഴ്സ് ഇൻ അസ്ട്രോണമി എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അല്ലെങ്കിൽ ആസ്ട്രോണമി അല്ലെങ്കിൽ ഒബ്സർവേഷണൽ യൂണിവേഴ്സിനെ വിവരിക്കുന്ന കാൾ സാഗൻ്റെ കോസ്മോസ് ഉണ്ട്. എന്തുകൊണ്ട് ഇത് വേറിട്ട് നിൽക്കുന്നു? ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം വേറിട്ട് നിൽക്കുന്നത് ഇറ്റ് ഈസ് സോ ഹെവി. അതുകൊണ്ടാണ് അതിനകത്ത് കാര്യങ്ങൾ, ഇപ്പോൾ ദാർശനികമായിട്ടുള്ള കാര്യങ്ങൾ, തീർച്ചയായിട്ടും അതിനകത്ത് ദാർശനികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, തീർച്ചയായിട്ടും സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിനകത്ത്, വളരെയധികം സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ആ ഒരു നേട്ടമാണ് ഹോക്കിങ്ങിനെ ഏറ്റവും പ്രശസ്തനാക്കിയതും ഇത്രയും ആക്സെപ്റ്റബിൾ ആക്കിയതും. പലരും അത് വാങ്ങിച്ചെങ്കിലും വായിച്ചിട്ടില്ല. അതായത് 1-2 ചാപ്റ്ററിന് അപ്പുറത്തേക്ക് ആരും പോയിട്ടില്ല, പല ആളുകളും പോയിട്ടില്ല. ഞാൻ തന്നെ പരിചയപ്പെട്ടവർ അതിനപ്പുറത്തേക്ക് പോകാനായിട്ടൊരു വൈമിക്കും. കാരണം
ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മറ്റു പല പുസ്തകങ്ങളും വായിക്കണം. ഒരു സയൻറ്റിഫിക് നോളജിൽ അധികം താല്പര്യമുള്ള ആളിന് മാത്രമേ അത് പൂർണ്ണമായിട്ടും വായിക്കാനാകുകയും അതിലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനാകുകയും ചെയ്യത്തുള്ളൂ. അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഈ അതിനകത്ത് ദർശനം ധാരാളമുണ്ട്. ദർശനമേ ഉള്ളൂ അതിനകത്ത്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ദർശനമാണ്. ഈ ട്രാൻസെൻഡൻ്റൽ എന്നൊക്കെ പറയുന്നത് ഈ തീർച്ചയായിട്ടും പ്രപഞ്ചവിജ്ഞാനീയത്തിൽ അത്തരം മേഖലകളുണ്ട്. എല്ലാ കോസ്മോളജിസ്റ്റുകളും ഹോക്കിംഗ് ഉൾപ്പെടെ ഇങ്ങേ അറ്റത്ത് ഇപ്പോൾ താങ്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചവിജ്ഞാനത്തിൽ താല്പര്യമുള്ള ഞാനുൾപ്പെടെയുള്ളവർ ഈ ട്രാൻസെൻഡൻസിലേക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടന്നു പോകാറുണ്ട്. കാരണം പ്രപഞ്ചവിജ്ഞാനീയത്തിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. നമുക്കുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ സയൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ട്രാൻസെൻഡൻസിലേക്ക് നമ്മൾ പോകുന്നത്. ഈ ട്രാൻസെൻഡൻ്റൽ തോട്ടിലേക്ക് നമ്മൾ പോകുന്നത് സയൻസിൻ്റെ ബേസിലാണ്. അപ്പോൾ അതിന് ശരിക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരുപാട് റിസൾട്ട്സ് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുകയും ചെയ്യും. അതിലെ ഒരു റിസൾട്ടാണ് ഈ വി ആർ ദ ക്രിയേറ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു റിസൾട്ട്. അതായത് യു ക്യാൻ ക്രിയേറ്റ് ദ യൂണിവേഴ്സ് ഇൻ എനി വേ യു വാണ്ട്. ആ ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഏത് രീതിയിലും നമുക്ക് യൂണിവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. യു ക്യാൻ ക്രിയേറ്റ് എ യൂണിവേഴ്സ് വെയർ ദർ ഈസ് എൻ ഇൻ്റലിജൻറ്റ് ക്രിയേറ്റർ or intelligent designer. You can create a universe where there is no creator. ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടാകുന്ന ഒരു പ്രപഞ്ചം. അങ്ങനെയൊക്കെയുള്ള ക്രിയേഷനുള്ള സാധ്യതകൾ നമുക്കുണ്ട് തീർച്ചയായിട്ടും. ബിക്കോസ് നമ്മൾ 1382 കോടി വർഷത്തിന് ശേഷം ഇപ്പുറമാണുള്ളത്. പഴയ കാലത്തെക്കുറിച്ച് നമുക്ക് ഏത് രീതികളിൽ വേണമെങ്കിലും വിഭാവനം ചെയ്യാൻ സാധിക്കും ഇന്നത്തെ അവസ്ഥകൾ വെച്ചുകൊണ്ട്. വളരെ സമ്പന്നമായ ഒരു ദർശന മാതൃകയാണ് സാർ ഇവിടെ അവതരിപ്പിക്കുന്നത്. അതേപ്പറ്റി തന്നെ കൂടുതൽ വിപുലമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് വേറൊരു അവസരത്തിൽ ചെയ്യാം. അല്പം കൂടെ ശാസ്ത്ര കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. ഹോക്കിങ്ങിനെ നമുക്ക് ഒരു ചോദ്യം കൂടെ ചോദിച്ച് കൺക്ലൂഡ് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ സ്ട്രിങ് തിയറി, ചില ശാസ്ത്രകാരന്മാർ സ്ട്രിങ് തിയറി ഒരു പ്രഡിക്ഷനും നടത്തുന്നില്ല, അതുകൊണ്ട് തന്നെ അതിൽ തന്നെ ഒരു ഫെയിൽഡ് തിയറിയാണ് എന്ന് പറയുന്നുണ്ടല്ലോ. വൈ സ്ട്രിങ് തിയറി ഈസ് എ ഫെയിൽഡ് തിയറി എന്ന് പറയുന്നത് ബ്രൗൺ, ഫുൾ നെയിം ഞാൻ ഓർക്കുന്നില്ല, ഒരു റെപ്യൂട്ടഡ് സയൻറ്റിസ്റ്റ് തന്നെ അങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ലീ സ്മോളിൻ. അതുപോലെ സ്ട്രിങ് തിയറിയെ പറ്റിയുള്ള ഇപ്പോഴത്തെ ശാസ്ത്രത്തിൻ്റെ സ്വീകാര്യത, സ്ട്രിങ് തിയറിയുടെ സ്വീകാര്യത എന്താണ് ശാസ്ത്രത്തിൽ? ഇപ്പോൾ ഇടയ്ക്ക് ഒരു പ്രൊഫസർ ഹോക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. പ്രൊഫസർ ഹോക്കിങ്ങിനുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ തൻ്റെ സ്വന്തം ആശയം മാത്രമല്ല, ഉയർന്നു വരുന്ന പല ആശയങ്ങളെയും ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ടിട്ടുള്ള ഒരു പ്രപഞ്ചത്തിൻ്റെ വിവരണമാണ് അദ്ദേഹം ചെയ്യുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അദ്ദേഹത്തിൻ്റെ ബിഗ് ബാങ് സിംഗുലാരിറ്റിയെക്കുറിച്ചുള്ള തിയറംസ് മാത്രമല്ല, ഇൻഫ്ലേഷണറി തിയറം അദ്ദേഹം അഡോപ്റ്റ് ചെയ്തു, സ്ട്രിങ്സിനെ കുറിച്ചുള്ള ആശയങ്ങൾ അദ്ദേഹം അഡോപ്റ്റ് ചെയ്തു. ഇപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹം മരണപ്പെടുന്നതിന് കുറച്ച് നാൾ മുമ്പ് വരെ എറ്റേണൽ ഇൻഫ്ലേഷനെ കുറിച്ചുള്ള ഒരു ആശയത്തെക്കുറിച്ചുള്ള പ്രബന്ധമാണ് അവതരിപ്പിച്ചത്. അപ്പം ഇവരുടെ എല്ലാം ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, സ്ട്രിങ് തിയറി എന്ന് പറയുന്നത് ഭാവിയിലൊരു ഘടകമാണ്. അതേക്കുറിച്ച് മനസ്സിലാക്കാത്ത ആളുകളാണ് സ്ട്രിങ് തിയറിയെ വിമർശിക്കുന്നത്. ഇപ്പോൾ റോജർ പെൻറോസ് തന്നെ ഇതിനെ വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകമുണ്ട്, ഈ ഫാഷൻ, ഫെയ്ത്ത് ആൻഡ് ഫാൻറ്റസി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അപ്പോൾ ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ തിയറിയും മറ്റതൊക്കെ ഫാഷനും ഫാൻറ്റസിയാണെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അപ്പോൾ അത് സത്യമാണെന്നില്ല. കാരണം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ചിന്തകളാണ് സ്ട്രിങ് തിയറിയുടെ അടിസ്ഥാനം. അതിന് ഒരു ഒബ്സർവേഷണൽ എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നമുക്കിപ്പോൾ ഹിഗ്സ് ബോസാണ് അവതരിപ്പിച്ച സമയത്ത്, ഹിഗ്സ് എന്ന് പറയുന്നൊരു കണം അവതരിപ്പിച്ച സമയത്ത് എല്ലാവരും ഹിഗ്സ് തന്നെ വിചാരിച്ചിരുന്നത് ഇതൊരിക്കലും കണ്ടെത്തില്ല എന്ന്. 50 വർഷം മുമ്പത്തെ കാര്യമാണ്. ഹിഗ്സ് തന്നെ ആ കണ്ണീരിങ്ങനെ ഒഴുകുന്ന സന്തോഷാസ്ത്രുക്കൾ ഒഴുകുകയാണ്. കാരണം ഒരിക്കലും വിചാരിച്ചില്ല അത് കണ്ടെത്തുമെന്ന്. അതുപോലെ സ്ട്രിങ് തിയറി ഉണ്ടാക്കില്ല കലൂസ ക്ലെയിനും മറ്റ് ആളുകളും, എഡ്വിറ്റനും ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇതൊക്കെ രൂപീകരിച്ചതിനകത്ത്. അപ്പോൾ ഇവരുടെ എല്ലാം ചിന്ത എന്ന് പറയുന്നത് അത്യൂർജത്തിൽ നമ്മുടെ പ്രപഞ്ചത്തിലെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളെ കൂട്ടിയിടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഘടകങ്ങൾ നമ്മുടെ മുന്നിൽ വരും. അത് അതിസൂക്ഷ്മമായ ഒരു ചെറിയ സമയത്തേക്ക് മാത്രമേ, ഒരു സെക്കൻഡിൻ്റെ ചിലപ്പോൾ 1000-1 അല്ലെങ്കിൽ 1,00,000-1 അംശം സമയത്തേക്ക് മാത്രമേ അത് നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകൾ ഈ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ, കൊളൈഡർ പോലെയുള്ള ഘടകങ്ങളിൽ നമുക്ക് ഭാവിയിൽ ഇത് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ക്വാർക്കുകളെ കണ്ടെത്തിയത് തന്നെ, അതായത് പ്രോട്ടോൺ ന്യൂട്രോണും ഒറ്റ ഘടകങ്ങളാണ് നമ്മൾ കരുതിയിരുന്നത്. അത് പരീക്ഷണത്തിലാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഈവൻ ആറ്റത്തെ നമ്മളും അതിൻ്റെ ഘടകങ്ങളെയും കണ്ടുപിടിച്ചത് പരീക്ഷണത്തിനാണ്. അപ്പോൾ പരീക്ഷണങ്ങളാണ് ഇനിയുള്ള മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനം.
പരീക്ഷണങ്ങളെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. സ്ട്രിങ്സോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് മാനങ്ങൾ, സ്ട്രിങ്സ് എന്ന് പറയുമ്പോൾ മറ്റ് മാനങ്ങളുള്ള ഘടകങ്ങളാണ്. ഈ ചതുർമാനങ്ങൾ ഉപരിയായിട്ടുള്ള മാനങ്ങളാണ്. അത്തരം മാനങ്ങളിലേക്കുള്ള ഘടകങ്ങളെ പരീക്ഷണങ്ങളിലൂടെ കണങ്ങളെ കൂട്ടിയിടിക്കുന്നതിലൂടെ ഇനിയിപ്പം വളരെ വലിയ കൊളൈഡറുകൾ, വെരി ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്ന് പറയുന്ന ഒരെണ്ണം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 27 കിലോമീറ്ററാണ് ചുറ്റളവ്, അതിലും വലുത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം വലിപ്പമുള്ള കൊളൈഡറുകളിൽ കണങ്ങൾ കൂട്ടിയിടിക്കുമ്പം വളരെ എക്സോട്ടിക് ആയിട്ടുള്ള ഫലങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. അതിലൊന്നായിരിക്കും സ്ട്രിങ് തിയറി, പിന്നെ ഡാർക്ക് മാറ്ററിൻ്റെ ഡാർക്ക് ഫോട്ടോൺ, അതുപോലെ മറ്റ് പല ഘടകങ്ങൾ, ഈ സ്റ്റാൻഡേർഡ് മോഡലിന് ഉപരിയായിട്ടുള്ള പല ഘടകങ്ങളും ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ ഗുരുത്വാകർഷണത്തിനെയും കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു വിവരണം സാധ്യമാകും. അങ്ങനെ ആകുമ്പോൾ മഹാസ്ഫോടന സിദ്ധാന്തം ഏകദേശം ശരിയാണെന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കും. അന്നും നമുക്ക് പൂർണ്ണമായിട്ടുള്ള വിവരണത്തിലേക്ക് എത്താൻ സാധിക്കത്തില്ല. എനിക്ക് തോന്നുന്നത് മനുഷ്യൻ എത്രത്തോളം ആഴ്ന്നിറങ്ങി പോയാലും, സയൻസിൽ എത്രത്തോളം ആഴ്ന്നിറങ്ങി പോയാലും, എത്രത്തോളം പരീക്ഷണങ്ങൾ നടത്തിയാലും മഹാസ്ഫോടന സമയത്തെ ആ സിംഗുലർ അവസ്ഥയെക്കുറിച്ചിട്ടുള്ള ഒരു സമ്പൂർണ്ണമായ വിവരണം നൽകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊള്ളാം. സ്ട്രിംഗ് തിയറിയിൽ 11 മാനങ്ങൾ വരെ വേണ്ടി വരുമെന്ന് തീർച്ചയായിട്ടും പ്രതിപാദിക്കപ്പെട്ടല്ലോ. ചില വ്യാഖ്യാനങ്ങളിൽ പ്രപഞ്ചത്തിന് 100 മാനങ്ങൾ വരെ ആകാമെന്നുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. നമ്മൾ ദാർശനികർ ഈ ബഹുമാനങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒത്തിരി അല്പം എക്സൈറ്റഡാണ്. കാരണം പദാർത്ഥത്തിന് അരൂപി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, സ്പിരിറ്റ് മാറ്റർ എന്ന് പറയുന്ന സംഗതി. അത് രണ്ടും ദ്വൈതമായിട്ടാണ് പരമ്പരാഗതമായിട്ട് കണക്കാക്കി കൊണ്ട് പോന്നിരുന്നത്. ഭൗതികശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ മനസ്സിലാക്കുമ്പോൾ ഇപ്പം നമുക്ക് 3 മാനങ്ങളുള്ളപ്പോൾ നമുക്കിവിടെ ഇരിക്കാൻ കസേര വേണ്ടി വരുന്നു. 4ാമത്തെ മാനം ടൈം, 5ാമതൊരു മാനം കൂടി ഉണ്ടെങ്കിൽ ഒരുപക്ഷേ ഈ മുറി ഭിത്തി തുറക്കാതെ തന്നെ നമുക്ക് പുറത്തോട്ട് പോകാൻ സാധിക്കുന്നു. അത് അരൂപിയിലേക്കുള്ള ഒരു വിദൂരസ്ഥമായ ഒരു സൂചന പോലെയായിട്ട്. അരൂപി എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ളൊരു തിയോളജിക്കൽ ടെർമിനോളജിയാണ്. വേറെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടെർമിനോളജി നമുക്ക് വേണമെങ്കിൽ വേറെ വല്ലതും ഉപയോഗിക്കാം. അതായത് ഈ പദാർത്ഥത്തിൻ്റെ ഒരു രഹസ്യാത്മകത, അതായത് സാർ നേരത്തെ പറഞ്ഞതുപോലെ സെൽഫ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസെൻഡൻ്റ് ആയിട്ട് തന്നെ ഇമ്മനൻ്റ് ആയിട്ട് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രപഞ്ച ദർശനം തന്നെയൊക്കെയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് എങ്കിൽ ഈ പദാർത്ഥം തന്നെ, പ്രത്യേകിച്ച് കണികാ ക്വാണ്ടം ഫിസിക്സിൻ്റെ കാഴ്ചപ്പാടിൽ വലിയൊരു അത്ഭുതമാണ്. പോൾ ഡിറാക്ക് ക്വാണ്ടം ഫിസിക്സിൻ്റെ ക്ലാസ് തുടങ്ങുന്നത് തന്നെ നമുക്കറിയാം. ചോക്ക് ഒടിച്ചിട്ട് പറയും 2 കഷ്ണം അല്ല, ഈ ചോക്ക് ഒടിച്ചതിന് ശേഷം ഒടിയാതെ ഇരിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ഇതൊക്കെ റിലീജിയസ് ലാംഗ്വേജ് പറഞ്ഞ ഒരു മിറക്കിളാണ് എന്ന് പറയും. അപ്പം അതിഭൗതികവും ഭൗതികവും തമ്മിലുള്ള ദൂരം കുറഞ്ഞു വരുന്നുവോ, അല്ലെങ്കിൽ ഇന്ദ്രിയബദ്ധവും അതീന്ദ്രിയവുമായിട്ടുള്ളതിൻ്റെ ദൂരം കുറഞ്ഞു വരികയാണോ? നമ്മൾ സ്വാഭാവികം അതിസ്വാഭാവികം എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഭൗതികതയിൽ തന്നെ ആ രീതിയിലുള്ള ചില ലാഞ്ചനകൾ, പ്രത്യേകിച്ച് നമുക്ക് ഈ മൾട്ടി ഡൈമെൻഷണൽ സ്പേസിനെ പറ്റിയും ടൈം വേറൊരു കോൺസെപ്റ്റ് തന്നെയാണ്, ട്രാൻസ് ടെമ്പറൽ, സമയാതീതമായ സമയത്തിലൂടെ പുറകോട്ട് പോകുന്നതിനെ പറ്റിയുള്ള ചർച്ചകളൊക്കെ പറയുമല്ലോ. അങ്ങനെയുള്ള ചില സ്പെക്കുലേഷൻസ് നടത്തുന്നത് സാധൂകരിക്കപ്പെടുമോ? ഈ വേർതിരിവ് തന്നെ, ഇപ്പോൾ അതീന്ദ്രിയം അല്ലെങ്കിൽ സയൻറ്റിഫിക് എന്ന് പറയുന്ന വേർതിരിവ് തന്നെ വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതിൻ്റെ ഒറിജിനെല്ലാം ഒരേ ഇടമാണ്. കാരണം അത്തരത്തിലുള്ളൊരു ബേസിൽ നിന്നാണ് സയൻസിൻ്റെ ഉത്ഭവം തന്നെ. സയൻസിനൊരു മെത്തേഡ് ഉണ്ടെന്നുള്ളതാണ്, സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡുണ്ട്. അപ്പോൾ ആ മെത്തേഡ് ഇല്ലാതിരുന്ന സമയത്തുള്ള ചിന്തകളാണ് നമുക്കുള്ളത്. അത് ചില ചിന്തകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സയൻസ് അതിൽ നിന്നും ഇൻസ്പയർഡ് ആവുന്നുമുണ്ട്. സയൻസിലെ പല മേഖലകളും നോക്കിക്കഴിഞ്ഞാൽ, കണ്ടെത്തലുകളും നോക്കിക്കഴിഞ്ഞാൽ പ്രാചീന ചിന്തയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. അപ്പോൾ രണ്ടിനെയും വേർതിരിച്ച് കാണേണ്ട ആവശ്യമില്ല. അത് മാനവചിന്ത തന്നെയാണ്, അതിൻ്റെ ഒറിജിൻ ഒന്ന് തന്നെയാണ്, പാറ്റേണും ഒന്ന് തന്നെയാണ്. അത് പറയുന്ന രീതിയിൽ മാത്രമേ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നല്ലൊരു കാഴ്ചപ്പാടാണ്. ഒരു പരിധി പറഞ്ഞു കഴിഞ്ഞാൽ തത്വശാസ്ത്രത്തിൻ്റെയൊക്കെ വികാസ ചരിത്രത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ചില അദ്വൈത ചിന്തകളുടെ ഒരു വീണ്ടെടുപ്പാണ് സാർ ഈ പറയുന്ന വാക്കുകളിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ആത്മാവ് എന്നുള്ള പദം ഉപയോഗിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ. ശരിക്കും റിലിജൻ ഉപയോഗിക്കുന്ന പദം ആത്മാവ് എന്നുള്ളതാണ് ഈ സ്പിരിറ്റിന്. ബൈബിളിൻ്റെ തന്നെ ഒറിജിനൽ വീക്ഷണം എടുത്തു കഴിഞ്ഞാൽ അരൂപിയും പദാർത്ഥവും രണ്ടല്ല, ഒന്ന് തന്നെയാണെന്നുള്ള. ആത്മാവ് തന്നെ ശരീരത്തിൻ്റെ വേറൊരു നിർവചനവും പര്യായവുമായിട്ടാണ് ഒറിജിനൽ ഹീബ്രു വിഷനിലൊക്കെ കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഹൈന്ദവ ദർശനത്തിനും വളരെ സ്പഷ്ടമായിട്ട് നിലനിൽക്കുന്ന ഒരു കാഴ്ചപ്പാട് അത് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ശാസ്ത്രവും വിശ്വാസവും തമ്മിൽ അത്തരണത്തിലുള്ള ഒരു പൊരുത്തം കാണാൻ ഇനിയും നമ്മൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും. ഒരു ശാസ്ത്രത്തിൻ്റെ മെത്തഡോളജി അത് തന്നെയല്ല, അത് നമ്മുടെ ഫിലോസോഫിക്കൽ ഹെർമന്യൂട്ടിക്സ് ആണ് എന്നുള്ളതും എനിക്കറിയാം. ഒരുപക്ഷെ നമ്മുടെ ശാസ്ത്രം
ഭൗതികത്തെയൊക്കെ കൂടുതൽ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോഴതിസ്വാഭാവികമെന്ന് കണക്കാക്കപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ യുക്തിപരമായ ഒരു സാധ്യത വരുമെന്ന ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്കും താങ്കൾക്കും 1382 കോടി വർഷം പ്രായമുണ്ട് എന്ന് പറഞ്ഞാൽ താങ്കൾ അംഗീകരിക്കില്ലേ? കാരണം നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടായിരിക്കുന്നത് 1382 കോടി വർഷം മുമ്പാണ്. ഒരേ ഘടകങ്ങൾ, അന്നത്തെ ആ ഒരു അവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള ഘടകങ്ങളാണ് നമ്മളെ നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് പിന്നീട് നക്ഷത്രങ്ങളിലേക്ക് വന്നത്. നമ്മളെ നിർമ്മിച്ചിരിക്കുന്ന പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ആ അവസ്ഥയിലാണ്. നമുക്ക് 1382 കോടി വർഷം പ്രായമുണ്ട്. സൂര്യനിൽ നിന്നാണ് ആ പ്രോട്ടോണുകളും ന്യൂട്രോണും, സൂര്യൻ എന്ന് പറയുന്ന ആ നക്ഷത്രത്തിൻ്റെ ചൂളയിൽ നിന്നാണ് ഭാരമേറിയ മൂലകങ്ങളുണ്ടായത്. അതിൻ്റെ ഘടകമോ പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിലുണ്ടായതാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഘടകങ്ങളാണ് നമ്മളെല്ലാം. വി ആർ ദ യൂണിവേഴ്സ്. വി ആർ പാർട്ട് ഓഫ് ദ യൂണിവേഴ്സ്. വി ആർ ദ യൂണിവേഴ്സ്. വെരി ഗുഡ്. ഫ്രിജോഫ് കാപ്ര ഭാരതീയ പ്രപഞ്ച ദർശനവും ബുദ്ധിസ്റ്റ്, ചൈനീസ്, ഈസ്റ്റേൺ പൗരസ്ത്യ പ്രപഞ്ച വീക്ഷണങ്ങളും ആധുനിക ഭൗതികവും തമ്മിൽ ഒത്തിരി താതാത്മ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒത്തിരി വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട്. അത് വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്കറിയാം. ഫ്രിജോഫ് കാപ്രയുടെ ഈ പ്രോജക്റ്റിനെ പറ്റി മൊത്തത്തിൽ എന്താണ് സാറിൻ്റെ അഭിപ്രായം? ഈ ഫിസിസിസ്റ്റുകൾ ചില സമയത്തൊക്കെ ദർശനത്തിലേക്ക് വഴുതി വീഴുന്ന അവസ്ഥകൾ കാണുന്നുണ്ട്. അവരുടെ ട്രാക്ക് വിട്ടു പോകുന്നതാണ് അവർ. പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള ഇത്തരത്തിലുള്ള ആളുകൾക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ് ഇന്ത്യൻ തോട്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ പോൾ ഡിറാക്ക്, വെർണർ ഐസൻബർഗ്, ഇപ്പോൾ ഓപ്പൺഹൈമർ, ഫ്രിജോഫ് കാപ്ര, അവർക്കൊക്കെ ഈ ഭാരതീയ ദർശനങ്ങളോട് അദ്ദേഹം വലിയ താല്പര്യമുണ്ടായിരുന്നു. കാൾ സാഗൻ, അത്തരത്തിലുള്ളൊരു ഇൻസ്പിറേഷനാണ് അദ്ദേഹത്തിനെയും ഈ രീതിയിലുള്ള പുസ്തകം രചിക്കാനും പ്രശസ്തനാകാനും കഴിഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ ഒറിജിൻ എന്ന് പറയുന്നത് ഒരേ പാറ്റേൺ തന്നെയാണ്. അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഫ്രിജോഫ് കാപ്ര ഒരിക്കലും ആ പുസ്തകം എഴുതത്തില്ലായിരുന്നു. ഒരേ പാറ്റേണാണ്. സയൻസിൻ്റെ ഒറിജിനും നമ്മുടെ ഇത്തരത്തിലുള്ള തോട്ട്സിൻ്റെ ഒറിജിനും ഈ രീതിയിലുള്ള മനോഹരമായ സങ്കല്പങ്ങളുടെയൊക്കെ ഒറിജിൻ എന്ന് പറയുന്നത് ഒരേ ഇടമാണ്. അതിപ്പോൾ നമുക്ക് ഒരു കോസ്മിക് ഡാൻസ് ഓഫ് ഇതെന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പം പാർട്ടികളുടെ അനിഹിലേഷനും ക്രിയേഷനും എല്ലാം അല്ലെങ്കിൽ ഒറിജിനും എല്ലാം ഒരു ഡാൻസ് ഓഫ് ശിവ എന്ന് പറയാം. അല്ലെങ്കിൽ മറ്റൊന്ന് എന്തെങ്കിലും, ഇപ്പോൾ നമ്മുടെ തിരയടിക്കുന്നത്, കടൽ തീർത്ത് ചെന്ന് കഴിഞ്ഞാൽ തിര വരികയും പുറകോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ഇതൊക്കെ നമുക്ക് അതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം മനോഹരമായ സങ്കല്പങ്ങളാണ്. അതിൻ്റെ ഒറിജിൻ ഒന്ന് തന്നെയാണ്, ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. ആ ഒരൊറ്റ ആശയം അദ്ദേഹം മനസ്സിലാക്കിയിരുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ ഒരു സാഹസത്തിന് മുതിരുകയില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് പൊതുജനത്തിനുമൊക്കെ ഒത്തിരി താല്പര്യമുള്ള ഒരു ഗവേഷണ മേഖലയെ എക്സോബയോളജി, അന്യഗ്രഹങ്ങളിൽ ജീവനുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ശരിയാണ്. അതിനകത്ത് ഒത്തിരി ദാർശനിക മാനങ്ങളുമുണ്ട്. ഇന്ന് പൊതുവേ ശാസ്ത്ര സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ജീവനുണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ഈയിടെ തന്നെ നാസ സയൻറ്റിസ്റ്റ് പ്രഖ്യാപിക്കുകയുണ്ടായി, ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം, എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. അതേപ്പറ്റിയുള്ള സാറിൻ്റെ വിലയിരുത്തലുകൾ എന്താണ് എക്സോബയോളജിയുടെ സാധ്യതകളെ പറ്റി? ഭൂമി, നമുക്കറിയാവുന്ന രീതിയിലുള്ള ജീവൻ ഉത്ഭവിച്ചിട്ടുള്ള ഒരേ ഒരു ഇടമാണ് ഭൂമി. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ ഈ ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാം. കാരണം ജീവൻ ഉത്ഭവിക്കാൻ സാഹചര്യങ്ങളുണ്ടായിട്ടുള്ള ഒരേ ഒരു ഇടമാണ് നമ്മുടെ പ്ലാനറ്റ്. സൂര്യനിൽ നിന്നും നല്ല അകലം, നല്ല ജലമുണ്ടാകുന്ന ഇത്, അതിന് മാത്രമല്ല അതിനു വേണ്ടിയുള്ള ഘടകങ്ങളുണ്ട്, അതിന് വേണ്ടിയുള്ള അവസ്ഥകളുണ്ട്, ഓക്സിജനുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ മാത്രമാണ് ഈ രീതിയിലുള്ള അവസ്ഥകളൊന്നും നമുക്ക് ശാഠ്യം പിടിക്കേണ്ട ആവശ്യമില്ല. കാരണം മിൽക്കി വേയിൽ തന്നെ, ആകാശഗംഗയിൽ തന്നെ 4000 കോടി ഭൗമസമാനമായിട്ടുള്ള നക്ഷത്രങ്ങളുണ്ട്. ഭൗമസമാനമായിട്ടുള്ള ഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അതിൽ 10% എണ്ണത്തിലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ജീവൻ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഒരേ ഒരു നമ്മുടെ ഗാലക്സിയിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ 10% എന്ന് പറയുമ്പോൾ 400 കോടി ഗ്രഹങ്ങളായി. അതിലെ ഒരു 10% ചിലപ്പോൾ ബാക്ടീരിയകളുണ്ടാകാം. അതിൻ്റെ 10% ചിലപ്പോൾ കുറച്ചുകൂടി മൾട്ടിപ്പിൾ സെല്ലുകളുള്ള ഓർഗാനിസംസ് ഉണ്ടാകാം. അതിൻ്റെ 10% ചിലപ്പോൾ കുറച്ചുകൂടി നല്ല കോംപ്ലക്സ് ആയിട്ടുള്ള ബീയിങ്സ് ഉണ്ടാവാം.
അപ്പോൾ അത് മനുഷ്യനെ പോലെ ഇരിക്കണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും നമുക്ക് ശാഠ്യം പിടിക്കാനാകത്തില്ല. ഭൂമിയെപ്പോലുള്ള അവസ്ഥകളുള്ള ഗ്രഹമാണെങ്കിൽ ഏകദേശം ഈ രീതിയിലുള്ള ജീവികൾ തന്നെയാണ് അവിടെ ഉണ്ടാകുക. ഗുരുത്വാകർഷണം കൂടുതലുണ്ടെങ്കിൽ ഫ്ലാറ്റ് ബീയിങ്സ് ആയിരിക്കും, നമ്മുടെ തിരണ്ടിയൊക്കെ പോലെയുള്ള ബീയിങ്സ് ആയിരിക്കും. നമുക്കറിയാം 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ദിനോസറുകൾ മരണപ്പെട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നത് വളരെയധികം വലിയ വാലുള്ള ഒരു 5.5 അടി ഉയരമുള്ള ഡിനോസറായിരിക്കും. കാരണം അവർ ഇൻ്റലിജൻസ് ആ ഒരു ഇവോൾവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു എക്സ്റ്റൻഷൻ ഇവൻറ്റ് ഉണ്ടായത്. അതിനുശേഷമാണല്ലോ മാമൽസ് വരികയും പിന്നീട് നമ്മൾ എയ്പ്പ് പ്രൈമേറ്റുകൾ ഇങ്ങനെ ഇതായിട്ട് നമുക്ക് മനുഷ്യനാകുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥകൾ ചിലപ്പോൾ തെരണ്ടി പോലെ ഇരിക്കുന്ന ജീവികളായിരിക്കും ചിലപ്പോൾ മറ്റൊരു ഗ്രഹത്തിൽ. ഇപ്പോൾ എപ്സിലോൺ എറിഡിയാനി എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ നക്ഷത്രത്തിന് ചുറ്റുമുള്ള ഒരു ഗ്രഹത്തിൽ ചിലപ്പോൾ തെരണ്ടിയെ പോലുള്ള ജീവിയായിരിക്കും, അല്ലെങ്കിൽ ഒരു മോൺസ്ട്രസ് ആയിട്ടുള്ള ഒരു ജീവിയായിരിക്കും ഉണ്ടാകുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചില മോൾഡുകളുണ്ട്, അത് ഈ മോൾഡുകൾ തന്നെ ഒരു ജീവിയാണ്, പല ജീവികൾ ചേർന്നിട്ടുള്ളതാണ് മോൾഡ്. അത്തരത്തിലുള്ള മോൾഡുകളെ പോലുള്ള ജീവികൾ പലയിടങ്ങളിലും കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ മാമൽസിനെ കുറിച്ച് അല്ലെങ്കിൽ കോംപ്ലക്സ് ബീയിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മനുഷ്യനെ ഞാൻ എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ എന്ന് പറയേണ്ടി വരും. കാരണം സെല്ല് നമ്മുടെ കോശങ്ങളിൽ തന്നെ ഊർജ്ജദായകമായിട്ടുള്ള മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് വ്യത്യസ്തമായൊരു ജീവിയായിരുന്നു, ബാക്ടീരിയ ആയിരുന്നു. അത് പരിണാമഘട്ടത്തിൽ സെല്ലിലേക്ക് കടന്നുകൂടിയതാണ്. അങ്ങനെയാണ് ഈ യൂക്കാരിയോട്സ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ടാകും. കാരണം സെല്ലിന് എനർജി കൊടുക്കാനായിട്ട് ഒരു സിംബിയോട്ടിക് അറേഞ്ച്മെൻറ്റിലൂടെയാണ് മൈറ്റോകോൺട്രിയ അതിൽ കയറി പറ്റിയത്. അപ്പോൾ വി എന്ന് പറയേണ്ടി വരും. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ 3% 4% ഭാരം മൈക്രോ ഓർഗാനിസംസാണ്. നമ്മൾ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റ് മൊത്തം മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അവയില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ എന്ന് പറയേണ്ടി വരും. ഒരു മനുഷ്യൻ എന്ന് പറയുന്ന പകരം ബീയിങ്സ് എന്ന് പറയുന്നത് പല ബീയിങ്സ് ഉൾപ്പെട്ടതാണ് ഒരു ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ മോൾഡുകൾ ഉണ്ടാകാം, ചിലപ്പോൾ ജീവനുള്ള മേഘങ്ങൾ ഉണ്ടാകാം, ലൈഫ് ക്ലൗഡ്സ് ഉണ്ടാകാം. ഇപ്പോൾ നമ്മുടെ ചന്ദ്ര വിക്രമസിംഗെ, ഫ്രെഡ് ഹോയിൽ എന്ന് പറയുന്ന ഗവേഷകൻ ഇതിൽ ഒരുപാട് ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ചന്ദ്ര വിക്രമസിംഗെ ശ്രീലങ്കക്കാരനാണ്, ബ്രിട്ടനിലുണ്ട്. ഇവിടെ കനകക്കുന്ന് വന്നപ്പോൾ ഞാൻ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ അഭിപ്രായത്തിൽ ഭൂമിയിൽ ജീവൻ വർഷിക്കപ്പെട്ടതാണ്, പലയിടങ്ങളിൽ നിന്നും വർഷിക്കപ്പെടുക. അതിനെനിക്കെതിരെ അഭിപ്രായമുണ്ട്. കാരണം ഭൂമിയിൽ ജീവൻ വർഷിക്കേണ്ട ആവശ്യമില്ല. കാരണം യൂണിവേഴ്സ് പ്രിഫേഴ്സ് ഷോർട്ട് കട്ട്സ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പലയിടങ്ങളിലും യൂണിവേഴ്സ് പ്രിഫേഴ്സ് ഷോർട്ട് കട്ട്സ്. ഇപ്പോൾ പ്രകാശവർഷങ്ങൾ ദൂരെയുള്ള ഇടത്തു നിന്നും ജീവൻ സഞ്ചരിച്ചുകൊണ്ട് വന്ന് ഇവിടെ വർഷിക്കേണ്ട ആവശ്യമില്ല. ഭൂമിയിൽ തന്നെ ഉത്ഭവിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഈ നമ്മുടെ മിൽക്കി വേക്ക് ചുറ്റുമുള്ള 4000 കോടി ഗ്രഹങ്ങളിൽ 10% എണ്ണത്തിൽ അല്ലെങ്കിൽ 1% എണ്ണത്തിൽ ഭൂമിയെ പോലുള്ള ജീവികൾ ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതകളുണ്ട്. അപ്പോൾ 20,000 കോടി ഗാലക്സികളുണ്ട്. അപ്പം അവർ യൂണിവേഴ്സ് ഇസ് ടീമിങ് വിത്ത് ലൈഫ് ഫോംസ്. ഒരു സംശയമില്ല അതിനകത്ത്. അവയെ എന്ന് കണ്ടെത്തും എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ കണ്ടെത്തും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സംശയവും വേണ്ട. ചിലപ്പോൾ നമ്മളെക്കാൾ സങ്കീർണത കുറഞ്ഞവരാണെങ്കിൽ അവർക്ക് നമ്മുടെ ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ടുള്ള സാങ്കേതികത പ്രാപ്തമാകത്തില്ല. നമ്മളെക്കാൾ വളരെയധികം പുരോഗമിച്ചിട്ടുള്ള ഭയങ്കരമായ സമൂഹങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളെ ഗവനിക്കത്തില്ല. കാരണം നമ്മൾ നടന്നു പോകുമ്പോൾ ഈ ഉറുമ്പുകളെയോ വലിയ ചെറിയ ജീവികളെയോ ആരെങ്കിലും ഗവനിക്കാറുണ്ടോ? അതുപോലെ നമ്മൾ ഒരു അപ്രധാനമായിട്ട് തള്ളിക്കളയുന്നതായിരിക്കാം. ഹോക്കിങ്ങിന് അല്പം വിഭിന്നമായ ഒരു കാഴ്ചപ്പാടായിരുന്നല്ലോ. അദ്ദേഹം അല്പം സിനിക്കലായിരുന്നു എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഭയം ഇതാണ്, മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് സിഗ്നലുകൾ വന്നാൽ നമ്മൾ ബന്ധപ്പെടരുത്, മറുപടി കൊടുക്കരുത്. അവരുടെ നമുക്കിവിടെ യുദ്ധമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ സാങ്കേതികവിദ്യ വേണ്ടത്ര വളർന്നിട്ടുണ്ടായിരുന്നില്ല. അവർ വലിയവരാണ് എങ്കിൽ വലിയ സംസ്കാരം എപ്പോഴൊക്കെ ചെറുതിനെ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്, അതിനെ ചെറുതിനെ കൺസ്യൂം ചെയ്തിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരു ഉത്കണ്ഠയാണ് പൊതുവേ. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒന്നാമത് ഈ കോളനികൾ, സിവിലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ വന്ന് ഈ കോളനി സ്ഥാപിച്ച് ഇവിടുത്തെ ഇന്ത്യയിലെ തന്നെ നോക്കിക്കോളൂ, ഇവിടുത്തെ വെൽത്ത് എല്ലാം എടുത്തുകൊണ്ട് പോയി. അതുപോലെ തന്നെ യൂറോപ്യൻസ് നമ്മുടെ അമേരിക്കയിൽ പോയിട്ട് അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകളെ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ടാണല്ലോ അവിടെ അമേരിക്ക USA ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിലെ നോർത്ത് അമേരിക്കയിലെയൊക്കെ രാഷ്ട്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. അപ്പോൾ നല്ലൊരു ചരിത്രമല്ല നമുക്കുണ്ടായത്. അവരുടെ പോപ്പുലേഷൻ വളരെ കുറഞ്ഞു പോയി, അത് നമ്മൾ ചെന്നുവിട്ടവരുടെ പോപ്പുലേഷൻ വളരെ വലുതായി. അപ്പോൾ അത്തരത്തിലുള്ള ഭീതിയാണ് അദ്ദേഹം പങ്കുവെച്ചത്. നമ്മുടെ തന്നെ സാറ് ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് പരോക്ഷമായിട്ട് സാർ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി അല്പം എക്സ്പ്ലിസിറ്റേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മുടെ നാട്ടിൽ നിന്നുള്ള സുദർശൻ, വളരെ വിഖ്യാതനായ പ്രതിഭാശാലിയായ ഒരു
ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം നമ്മൾ ഐൻസ്റ്റൈനെ പറ്റിയൊക്കെ പറഞ്ഞതുപോലെ ഒത്തിരി ദാർശനികമായ ഒരു ആഭിമുഖ്യം കൂടി ഉള്ള വ്യക്തിയായിരുന്നു എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ഒത്തിരി പ്രചോദനപരമായിട്ട് തോന്നിയത് ആപേക്ഷിക സിദ്ധാന്തവും അദ്വൈത ചിന്തയും തമ്മിൽ അദ്ദേഹം നടത്തുന്ന ചില അഭിപ്രായ പ്രകടനങ്ങളാണ്. അല്പം ഉപരിപ്ലവമാണ്, എന്നിരുന്നാൽ പോലും അങ്ങനെ ഒരു ആഭിമുഖ്യം അദ്ദേഹം നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ ചിന്തോദ്ദീപകമായിട്ട് തോന്നി. എല്ലാത്തിൻ്റെയും പരമമായ ബിന്ദു, ആരംഭ ബിന്ദു അല്ലെങ്കിൽ ചട്ടക്കൂട് ഒന്ന് തന്നെയാണ്. അവിടെ ശാസ്ത്രവും അതിഭൗതികവും തമ്മിലുള്ള ദൂരം തന്നെ നമ്മൾ എഴുതിത്തള്ളണം എന്നൊക്കെ സാറ് പറയുമ്പോഴും ഒരു പരിധിവരെ സുദർശനും പങ്കുവയ്ക്കുന്ന ഏതാണ്ട് ഇതേ ചിന്താഗതി അല്ലേ? നമ്മൾ പാർട്ടിക്കിൾ ഫിസിക്സിലോ അല്ലെങ്കിൽ കോസ്മോളജിയിലോ ഒക്കെ നമ്മൾ വളരെ ആഴ്ന്നിറങ്ങി ചിന്തിച്ചു പോകുമ്പോൾ പലരും എത്തിപ്പെടുന്ന ഒരു മേഖലയാണത്. കാരണം ഈ ആ ഒരു ബൗണ്ടറി ഇല്ലാതാകും ഇതിൽ തമ്മിലുള്ള. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ അദ്വൈത ചിന്തയെന്നോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ദാർശനികമായിട്ടുള്ള കാഴ്ചപ്പാടെന്നോ വ്യത്യാസമില്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത് ഒരേ ബിന്ദുവിലേക്കാണെന്നുള്ളതാണ്. അതായത് പണ്ടത്തെ ആ ഒരു നമുക്ക് ഉള്ള അറിവ് വെച്ചുകൊണ്ടിട്ടുള്ള മുന്നേറ്റമാണ് ആ കാലത്ത് നടന്നത്, ദർശനം ആ രീതിയിൽ. ഇന്ന് നമുക്ക് ശാസ്ത്രീയമായ ദർശനമുണ്ട്. അതിനങ്ങനെ വിശേഷിപ്പിക്കാനാണ് എനിക്ക് താല്പര്യം. ശാസ്ത്രീയമായിട്ടുള്ള ദർശനം ഉണ്ട്, അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് അതിൽ മുന്നോട്ട് പോകുമ്പോൾ ചില മേഖലകളിലേക്ക് നമ്മൾ എത്തിച്ചേരും. പക്ഷേ ഒരിക്കലും എൻ്റെ അഭിപ്രായത്തിൽ പ്രൊഫസർ ഇ.സി. സുദർശനോ അല്ലെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള പ്രമുഖരായിട്ടുള്ള ശാസ്ത്രജ്ഞരോ ഇതൊരു ലിമിറ്റേഷനായിട്ട് ഒരിക്കലും മാറ്റാൻ പാടില്ല. ആ ഒരു പ്രൊഫസർ സുദർശന് അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉണ്ടായി എന്നുള്ളൊരു കാര്യം എനിക്കിവിടെ പറയാനുണ്ട്. കാരണം ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കത്തില്ല. അത് ഇറ്റ് ഈസ് ഓൺലി എ ബേസ്. അവിടെ നമുക്ക് വർക്ക് ചെയ്യുകയാണ്, അതിൽ നിന്ന് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതായത് ഇന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് ഇതുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തിയിട്ട് കാര്യമില്ല. ബിക്കോസ് യു ഹാവ് ടു വർക്ക്. കാരണം സയൻറ്റിഫിക് പ്രോഗ്രസ് പോലെ തന്നെ ചിന്തയുടെ പ്രോഗ്രസ് പോലെ തന്നെ സയൻസും പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു നേരത്തെ 100 വർഷമായിട്ടുള്ളൂ കോസ്മോളജി ഒരു ശാസ്ത്രശാഖ ഈ രീതിയിലായി തുടങ്ങിയിട്ട്. ഇറ്റ് ഈസ് ഇൻ ഇറ്റ്സ് ഇൻഫാൻസി. അത് ബാല്യകാലം മാത്രമേ ആയിട്ടുള്ളൂ കോസ്മോളജിയുടെ. ഇനി ധാരാളം കണ്ടെത്തലുകൾ നടത്താനുണ്ട്. പ്രപഞ്ചം എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രദേശമാണ്. 1382 കോടി വർഷം മുമ്പുണ്ടായ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് തന്നെ 9300 കോടി പ്രകാശവർഷമാണ്. അതിന് നമ്മൾ ഇന്നത്തെ ഈ ഒരു 100 വർഷം മാത്രം പ്രായമായിട്ടുള്ള ഒരു ശാസ്ത്രശാഖയെ വെച്ചുകൊണ്ട് നമ്മളെല്ലാം മനസ്സിലാക്കി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമുക്കിനി അതിനകത്ത് ഒരുപാട് കണ്ടെത്തലുകൾ നടത്താനുണ്ട്. ധാരാളം മുന്നേറ്റങ്ങൾ പാർട്ടിക്കിൾ ഫിസിക്സിലും നമുക്ക് അറിഞ്ഞുകൂടാത്ത മേഖലകളുണ്ട്. അതായത് നമുക്കിപ്പോൾ പാർട്ടിക്കിൾ ഫിസിക്സോ ഒബ്സർവേഷണൽ എവിഡൻസോയേ ഉള്ളൂ. നമുക്കിനി അറിഞ്ഞുകൂടാത്ത മേഖലകളുണ്ട്. 100 വർഷം മുമ്പ് വരെ പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലായിരുന്നു. ശരിയല്ലേ? 100 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഗാലക്സി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലായിരുന്നു. ഒബ്സർവേഷണൽ എവിഡൻസിലൂടെ നെബുല എന്ന് പറയുന്ന വാതക മേഘങ്ങളായിരുന്നു ഉണ്ടായിരുന്നെന്ന് കരുതുന്നു. ഗാലക്സി തന്നെ നമ്മൾ കണ്ടെത്തിയത് 100 വർഷങ്ങൾക്ക് മുമ്പാണ്. നല്ല ശക്തമായ ടെലിസ്കോപ്പുകൾ വന്നതിന് ശേഷമാണ് ഗാലക്സി തന്നെ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ ഇനിയും ധാരാളം കണ്ടെത്തലുകൾ നമുക്ക് നടത്താനുണ്ട്. ഇപ്പോൾ നമുക്ക് ഗ്രേറ്റ് അട്രാക്ടർ എന്ന് പറയുന്ന സാധനമുണ്ട്. ഒരു 400 കോടി പ്രകാശവർഷം അപ്പുറം ഒരു ഗ്രേറ്റ് അട്രാക്ടർ എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. ഗാലക്സികളെല്ലാം കൂടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അട്രാക്റ്റ് ചെയ്തുകൊണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയത്തില്ല. പിന്നെ വോയിഡുകളുണ്ട്, അതായത് ഒന്നുമില്ലാത്ത പ്രദേശങ്ങളുണ്ട് പ്രപഞ്ചത്തിൻ്റെ ചില ഭാഗങ്ങളിൽ. അതെന്താണെന്ന് നമുക്ക് അറിയത്തില്ല. പിന്നെ ഡാർക്ക് എനർജി എന്ന് പറയുന്നത് മറ്റൊരിടത്തു നിന്നും എന്തെങ്കിലും അട്രാക്റ്റ് ചെയ്യുന്നതാണോ എന്ന് നമുക്കറിയില്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒബ്സർവബിൾ യൂണിവേഴ്സിൻ്റെ പുറമേ നിന്നുകൊണ്ട് മറ്റെന്തെങ്കിലും ഘടകം ഇവയെ എല്ലാം അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുകയാണോ അല്ലെങ്കിൽ മറ്റൊരു ഡയമെൻഷനിലേക്ക് പോവുകയാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള അറിവുകൾ നമുക്കിനിയും സ്വായത്തമാക്കാനുണ്ട്. അത്തരത്തിലുള്ള ഒരു കാര്യം മുന്നിൽ നിൽക്കെ ഇതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിനെക്കുറിച്ച് എനിക്ക് എതിരഭിപ്രായമുണ്ട്. നമ്മൾ തുടക്കത്തെ പറ്റിയാണല്ലോ പറഞ്ഞത്. അല്പം ഒടുക്കത്തെ പറ്റി ചിന്തിക്കാവേ. അമേരിക്കയിലെ ജോൺ ടെമ്പിൾട്ടൺ ഫൗണ്ടേഷൻ വിഖ്യാതരായ 12 ശാസ്ത്രകാരന്മാരോട് ചോദിച്ച ഒരു ചോദ്യമാണ്, വാട്ട് ഡു യു തിങ്ക് ഡസ് ദ യൂണിവേഴ്സ് ഹാവ് എ പർപ്പസ്? അതിൽ ദാർശനികരായിട്ടുള്ളവരുണ്ട്, ശാസ്ത്രകാരന്മാരുണ്ട്, കോസ്മോളജിസ്റ്റുകളുണ്ട്, ബയോളജിസ്റ്റുകളൊക്കെ ഉണ്ട്. അതിൽ ഞാൻ 7 പേര് ഏതാണ്ട് വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു. സെർട്ടൻലി യേസ് എന്നുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. അവർ 3 പേര് ഡെഫിനിറ്റീവ് നോയാണ് പറഞ്ഞിരിക്കുന്നത്. 2 പേര് അല്പം അംബിഗ്വസ് ആണ് ഇങ്ങനെയുള്ള കാര്യം. ഇതേ ചോദ്യം തന്നെ രാജഗോപാൽ സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി ആയിരിക്കും കൊടുക്കാൻ ആഗ്രഹിക്കുക? പ്രപഞ്ചത്തിനൊരു ലക്ഷ്യമുണ്ടോ? യൂണിവേഴ്സിൻ്റെ പർപ്പസ്
യൂണിവേഴ്സിന് ഒരു പർപ്പസ് വേണം എന്ന് പറയുന്ന ശാഠ്യം നമ്മുടേതാണ്. യൂണിവേഴ്സിന് അങ്ങനെ ഒരു ശാഠ്യമില്ല, ഒരു പർപ്പസ് വേണം, അല്ലെങ്കിൽ യൂണിവേഴ്സിന് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഇല്ല ഒരിക്കലും. നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ് യൂണിവേഴ്സിനൊരു പർപ്പസ്. എൻ്റെ അഭിപ്രായത്തിൽ യൂണിവേഴ്സിനൊരു പർപ്പസ് ഇല്ല ശരിക്കും. പക്ഷെ നമുക്കതിനൊരു പർപ്പസ് വേണമെന്ന് തീർച്ചയായിട്ടുമുള്ള ശാഠ്യമുണ്ട്. നമുക്ക് ഏത് രീതിയിലുള്ള പർപ്പസ് വേണമെങ്കിലും അതിന് അസ്യൂം ചെയ്യാം. ആ ഒരു സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വി ആർ ക്രിയേറ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ്. അപ്പോൾ നമുക്ക് ഏത് പർപ്പസ് വേണമെങ്കിലും അതിന് അസ്യൂം ചെയ്യാം. മഹാവിസ്ഫോടന സിദ്ധാന്തത്തെ പറ്റി ഒരു പക്ഷേ എൻ്റെ കോസ്മോളജിയിലെ അവസാനത്തെ ചോദ്യമാണ്. മഹാവിസ്ഫോടന സിദ്ധാന്തം ഇപ്പോഴും ഡെവലപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിദ്ധാന്തമാണ്. സമീപകാലത്ത് ഇറങ്ങിയ ചില ലേഖനങ്ങളിൽ ചില ഞങ്ങൾക്ക് ഓർക്കുന്നില്ല, ഒരു പിന്നെ നമുക്ക് കണ്ടുപിടിക്കും. അദ്ദേഹം പറയുന്നുണ്ട്, നക്ഷത്രങ്ങളുടെ ലൂമിനോസിറ്റി വെച്ച് നോക്കുമ്പോൾ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ലൂമിനോസിറ്റി കുറഞ്ഞു വരേണ്ടതാ, പക്ഷെ അത് കുറയുന്നില്ല. അതുകൊണ്ട് ഈ റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരുപക്ഷെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാകാമെന്നുമുള്ളൊരു വാദഗതിയുണ്ട്. സാർ ആ ചിന്ത പരിചയപ്പെട്ടിട്ടുണ്ടോ? ഇനി ബിഗ് ബാങ്ങിന് ഇങ്ങനെയുള്ള പരിമിതികളുണ്ട് എങ്കിൽ എപ്രകാരം നമുക്ക് ബിഗ് ബാങ് തന്നെ ഒരുപക്ഷെ റീപ്ലേസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ടോ എന്ന്? ഇല്ല, നമുക്ക് പറയാവുന്നത് ഈ ഒരു ഏതെങ്കിലും നമുക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ഈ പ്രപഞ്ച പ്രദേശത്തിന് ഒരു തുടക്കമുണ്ടായിട്ടുണ്ട്. ഒരു എമർജൻറ്റ് ഫിനോമിനനായിരിക്കാൻ സാധ്യതയുണ്ട്. പല ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നപ്പോൾ ഒരു എമർജ് ചെയ്തു വന്ന ഒരു പ്രദേശമാണിത്. അത് ചിലപ്പോൾ മറ്റ് പല ഘടകങ്ങളിൽ മറ്റ് പല പ്രപഞ്ച പ്രദേശങ്ങളിൽ ഒരു പ്രദേശം മാത്രമായിരിക്കാം ഇത്. കൺഫോമൽ സൈക്ലിക് കോസ്മോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയമുണ്ട്. പ്രൊഫസർ റോജർ പെൻറോസിൻ്റെ ആശയമാണ്. അതിൽ പ്രപഞ്ചത്തിന് സൈക്ലിക്കലായിട്ടുള്ള ബിഗ് ബാങ്ങും ഒക്കെ ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ടാകുന്ന ബിഗ് ബാങ്ങുകളാണ് അതിലുള്ളത്. അതെന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് ആവിർഭവിച്ച പ്രപഞ്ചം വികസിച്ച് ഇങ്ങനെ ഒരു ഘട്ടമെത്തുമ്പോൾ അതിങ്ങനെ വികസിച്ച് അതിന് എന്താണെന്ന് പോലും പ്രപഞ്ചത്തിന് മനസ്സിലാക്കാനായിട്ടുള്ള സാധ്യത ഇല്ലാതാവും. ഒരു വളരെ തണുത്ത ഒരു പ്രദേശമായി മാറും. അതൊരു സിംഗുലർ സ്റ്റേറ്റായിട്ട് കണക്ക് കൂട്ടിക്കൊണ്ട് അത് വീണ്ടും അവിടെ നിന്നും വീണ്ടും ഒരു എമർജൻസ് ഉണ്ടാകുന്നു. അങ്ങനെയുള്ള എമർജൻസുകളുടെ ഒരു ശ്രേണിയാണ് പ്രപഞ്ചത്തിൻ്റെ ചരിത്രം എന്നാണ് പ്രൊഫസർ റോജർ പെൻറോസ് പറയുന്നത്. അങ്ങനെ ധാരാളം ആശയങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ റെഡ് ഷിഫ്റ്റിലെ ചേഞ്ചസ് എന്ന് പറയുന്നത് മൈനർ അനോമാലീസ് ആയിരിക്കാം. അതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പ് ഡൗൺ കോസ്മോളജിയിൽ അത് പ്രധാനമാണ്. കാരണം അത്തരത്തിലുള്ള ചേഞ്ചസ് അതിൻ്റെ ഉത്ഭവത്തിനെ മാറ്റിമറിക്കും. ഈ രീതിയിലുള്ള ചെറിയ പക്ഷേ റെഡ് ഷിഫ്റ്റിലെ ചേഞ്ചസ് ഒന്നും നമ്മളിപ്പോൾ കരുതിയിരിക്കുന്നതിനെ വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ സാധ്യതയില്ല. സ്ഥിരാങ്കങ്ങളുടെ മാറ്റങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ, ഗുരുത്വാകർഷണ സ്ഥിരാങ്കങ്ങൾ മാറ്റം, പ്രകാശത്തിൻ്റെ വേഗതയിൽ മാറ്റം, ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻറ്റിൽ മാറ്റം, ഇതൊക്കെ പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാറ്റം ശ്രദ്ധയിൽപ്പെട്ടാൽ അത് നമ്മുടെ ആശയം ഇതുവരെ കരുതിയെന്നുള്ളത് തെറ്റാണെന്നുള്ളൊരു സൂചന നമുക്ക് ലഭിക്കും. നമ്മുടെ പ്രപഞ്ച വിജ്ഞാനീയ തത്വം അനുസരിച്ച്, കോസ്മോളജിക്കൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ ഈ നിലനിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഈ പ്രദേശം പോലെയാണ് ഈ 9300 കോടി വർഷം വലിപ്പമുള്ള പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭാഗത്തും എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.